أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا واجعلنا من الراشدين. പ്രിയ കാരണവന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അതിന് താഴെ പ്രായം കുറഞ്ഞ ആരും കാണാനില്ല ഇവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയുന്ന കാര്യങ്ങൾ ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാണ് ആദ്യമായിട്ട്. അത് അല്ലാഹു സുബ്ഹാനഹു തആല എന്റെ അടിമകൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചൊരു കാര്യമാണ്. ഫബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗല, അറബി ഭാഷയിൽ യസ്മഊന എന്നും യസ്തമിഊന എന്നും പറയും. ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പോയാൽ അത് യസ്മഊന എന്നാവുകയുള്ളൂ. യസ്തമിഊന എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ അടിയിൽ ലേശം കണ്ട് ഹൃദയത്തിലേക്കും കുറച്ചങ്ങോട്ട് മേൽപോട്ട് തലച്ചോറിലേക്കും കയറ്റി ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ. അല്ലദീന യസ്തമിഊനൽ ഖൗല. എന്നിട്ടോ ഫയത്തബിഊന അഹ്സനഹു, അപ്പൊ ആ കേട്ട കാര്യത്തെക്കുറിച്ച് അവർ ഒരു ഗുണദോഷ വിചിന്തനം നടത്തും. ആ ക്ലാസ് നേരായില്ല എന്നുള്ളതല്ല, പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവവും സ്വഭാവവും ഒക്കെ. എന്നിട്ട് അതിൽ ഉത്തമമേഖല പിൻപറ്റുകയും ചെയ്യും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടിയിട്ടുള്ള ആളുകൾ. ഹിദായത്ത് കിട്ടിയ ആളുകൾ കേൾക്കുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും നല്ലതാണെങ്കിൽ പിൻപറ്റുകയും ചെയ്യും. ഇത് എന്റെ അടിമകളുടെ സ്വഭാവമാണ്, അതുകൊണ്ട് അവർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. ഉലൈക ഹുമുൽ അൽബാബ്, തലച്ചോറുള്ളവരൊന്നും അവരെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുകളുള്ളതിൽ ഉലൈക ഹുമുൽ അൽബാബ്, അവർക്കാണോ ബുദ്ധിയുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞ ഒരേ ഒരു സന്ദർഭം ഇതാണ്. ഏത്? പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, അതിനെപ്പറ്റി ആലോചിക്കുക, എന്നിട്ട് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളൊക്കെ അത്തരത്തിലുള്ള ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് മുതൽ അയ്യാമത്ത് ശരിക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഒരർത്ഥത്തിൽ ഹജ്ജ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം, അറഫയോട് കൂടി. അൽ ഹജ്ജു അറഫ എന്നാണ്. നിങ്ങളുടെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും മീഖാത്തിൽ വന്നു. മീഖാത്തിൽ നിന്ന് നിങ്ങൾ പോയത് അറഫയിലേക്കാണ്. അറഫയായിരുന്നു ലക്ഷ്യം. അവിടെ വെച്ച് നിങ്ങൾ ഒറ്റക്കായും കൂട്ടായും മുട്ടിപ്പായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു തന്നെയും താഴെ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾക്കെല്ലാം പുറത്തു തന്നു. ഇനിയും ചില സംഗതികൾ പോകുന്ന വഴിയിൽ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഈ ജംറയും മറ്റുമൊക്കെ. ചെയ്തിടത്തോളമുള്ള എല്ലാ അമലുകളും മനുഷ്യ സഹജമായും നമ്മുടെയൊക്കെ വിവരക്കേട് കൊണ്ടും ചിലപ്പോഴൊക്കെ തിരക്ക് കൊണ്ടുമൊക്കെ അതിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി അതിനൊക്കെ അവൻ വാഗ്ദാനം ചെയ്ത എല്ലാ പ്രതിഫലവും നമുക്ക് നൽകുമാറാവട്ടെ. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അതൊക്കെ മഖ്ബൂലാകുവാനും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് മാണിക്കക്കല്ലുകളെ കാണാൻ വേണ്ടി തിരിച്ചെത്തുവാൻ ആവശ്യമായ ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഇനി ഒരുപക്ഷെ ഇങ്ങനെ നാം കാണുന്നത് മഹ്ശറിൽ വെച്ചായിരിക്കും. അത് മഹ്ശറിൽ വെച്ച് കണ്ട് മഹ്ശറക്കപ്പുറം അത് ജന്നാത്തുൽ ഫിർദൗസിലേക്കും കൂടി അല്ലാഹു എത്തിച്ചു തരുമാറാവട്ടെ. ഹജ്ജിനെ കുറിച്ച് ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോൾ
ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അയ്യാമു തശ്രീഖ്, ആദ്യം യൗമു തർവിയ. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ നമ്മൾ റംസാനിലെ നച്ചുപുളി പോലുള്ള ഒരു ദിവസമാണ്. പിന്നെ യൗമു അറഫ, ഹജ്ജിലെ ഏറ്റവും വലിയ ഹജ്ജ് തന്നെയായ മഹാസംഗതി. പിന്നെ യൗമു നഹർ, ഇന്നലെ അറവിന്റെ ദിവസം. അത് കഴിഞ്ഞ് ഇനി ബാക്കി 3 ദിവസത്തിന്റെ പേര് യൗമു തശ്രീഖ് എന്നാണ്. യൗമു തശ്രീഖ് അതിന്റെ ബഹുവചനമാണ് അയ്യാമു തശ്രീഖ്, 3 ദിവസം ഉള്ളതുകൊണ്ട്. ഷർറക്ക എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ ഷർറക്കൽ ലഹ്മ ഖദ്ദദഹു വബസതഹു ലിയജിഫ, അത് ചെറിയ നാടകളാക്കി മുറിച്ച് ഉണങ്ങാൻ വേണ്ടി പരത്തിയിട്ടു എന്നാണ്. അതായത് ഇറച്ചി ഉണക്കുന്ന ദിവസം എന്നാണ്, മാംസം ഉണക്കുന്ന ദിവസം എന്നാണ്. എന്തിന്റെ അർത്ഥം? യൗമു തശ്രീഖിന്റെ അർത്ഥം. അപ്പൊ ഇന്നലെ യൗമുൻ നഹറിലും ഇന്നും തുടർച്ചയായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിന് വേണ്ടി ഉദ്ഹിയത്ത് അർത്തിയിരുന്ന ആളുകൾ, ഹദീ ചെയ്തിരുന്ന ആളുകൾ, ആ മാംസമൊന്നും പാഴാക്കാൻ പറ്റുകയില്ല. അതൊക്കെ ശേഖരിച്ച് അവനവന്റെ ആവശ്യത്തിനും പാവങ്ങൾക്കും വേണ്ടി വത്തയമുൽ ഖാനിയ വൽ മൂത്തറ എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയും കൊടുക്കാൻ വേണ്ടിയും ഒക്കെ ശേഖരിച്ച് കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ്. ഹജ്ജിനോടുകൂടി ദാരിദ്ര്യം അവസാനിക്കുമെന്ന് പറഞ്ഞതിന്റെ ചെറിയൊരു സൂചനയിലുണ്ട്. ഇസ്ലാമിലും മതവും ഭക്ഷണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മതവും ഭക്ഷണവും. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഇ, വിശപ്പിന് ആഹാരം നൽകി അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യട്ടെ എന്നാണ്. അതുപോലെ ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ അള്ളാഹ്ക്ക് വേണ്ടി അറുക്കുക, മനുഷ്യർക്ക് അള്ളാഹുക്ക് വേണ്ടി നമസ്കരിക്കുക, മനുഷ്യർക്ക് വേണ്ടി അറുക്കുക. അള്ളാഹുവിനെയും മനുഷ്യനെയും മതത്തെയും മാംസത്തെയും ഒക്കെ ബന്ധിച്ചിട്ടുള്ള ഒരു രീതിയുണ്ട് ഖുർആനിന്. ഞാൻ അത് വിശദീകരിക്കാം. അപ്പൊ ആ രീതിയിൽ ഹജ്ജിന്റെ ഭാഗമായ ഈ യൗമുൻ നഹറിൽ യൗമു തശ്രീഖിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, അറഫ കഴിഞ്ഞതോടുകൂടി പിന്നെ ഒരു പാലം കടന്നു പൂരായണ എന്നൊരു മനസ്സ് പറ്റുകയില്ല എന്നത് പിന്നെ ഒരു വലിയ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച് പോകുന്ന ഒരു ആശ്വാസം ഉണ്ടാവണം, സ്വാഭാവികമാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, അറഫയിലെ നമ്മുടെ ഒറ്റക്കും കൂട്ടായുമുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുമോ? ചിലര് പറയും അതിപ്പോ അവിടെ പോയാൽ തന്നെ പറയാൻ കഴിയുള്ളൂ. അങ്ങനെ തന്നെയല്ലേ സംഗതി ഉള്ളത്. മുണ്ടൂല്ല പഠിച്ചത് ഒരാൾ പറയും, ആരെങ്കിലും ഒരാള് അല്ലേ, അതിപ്പോ അവിടെ പോയാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, പറയാൻ കഴിയും. വേറെ ചില ആൾക്കാർ പറയും സ്വീകരിക്കേണ്ടതാണ് എന്നാ. അങ്ങനെ ഓയന്നോവർ വർത്താനായിട്ടാണ് പോണ്ടങ്ങളാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് പാലിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനായി നാട്ടിൽ കഴിഞ്ഞത് നിങ്ങളെ ദുയൂഫുർ റഹ്മാനായി അതിഥികളായി വിളിച്ചു വരുത്തി അവനും വന്ന് ഒന്നിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ പുറത്തു കൊടുത്തൊക്കെ ചെയ്തിട്ട് പോകുന്ന നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ ഹജ്ജാവും. തീർച്ചയായും അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങളെക്കാളും ലേശം ഖുർആൻ പഠിച്ചോളൂ എന്നെന്റെ വിശ്വാസം. അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. സ്വീകരിക്കാതിരിക്കുക എന്നൊരു പ്രശ്നമില്ല. അള്ളാഹു സ്വീകരിക്കാൻ തന്നെ ഉള്ളൊരു നിബന്ധന എന്താ കാര്യങ്ങള്? അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ ഉണ്ടാകാൻ പാടില്ല. യാ ഇബാദിയല്ലദീന അസ്റഫു, അവനവനോട് അതിര് വിട്ട് പെരുമാറിയ എന്നാലും എന്റെ അടിമകളെ, അതിര് വിട്ട് നിങ്ങൾ ഒരുപാട് ദൂരം പോയിരിക്കണ്. മക്കളെ എത്ര അകന്നു പോയാലും ഉമ്മാക്ക് മക്കൾ തന്നെയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു, അതിര് വിട്ട് പ്രവർത്തിച്ചു പോയ ആളുകൾ. നോക്കി നിങ്ങൾ ആ വർത്താനം എത്ര ആരാ ഈ വിളിച്ചിരിക്കുന്നത്? ഒരു കളക്ടറുടെ PA അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിയുടെ മണ്ഡലം സെക്രട്ടറി ഒക്കെ ആണെങ്കിലുള്ള നിലവാരം എത്ര? തിരുവനന്തപുരത്ത് പോയി ഒരു കടലാസ് ശരിയാക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ നാട്ടിലുള്ള എന്റെ വില എത്ര ആളാ എന്റെ പിന്നാലെ? എന്റെ അടിമകളെ എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്,
എന്റെ അടിമകളെ എന്ന്. ആരെക്കുറിച്ച്? എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചോ? അതൊരു ചില്ലറ സംഗതിയാണോ? ലഖദ് സാദനി ശറഫൻ വഇസ്സൻ ദുഖൂലി ഫീ നിദായിക വഖിത്തു ബി അഖ്മുസി അതഉസുറയ. ഞാനിപ്പോ അഭിമാന വിജൃംഭിതനായിട്ടുണ്ട്. എവിടെ ഞാനുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സുറയ്യ നക്ഷത്രത്തിന്റെ മീതെ ചെരുപ്പിടാതെ ഉള്ളംകാലം കൊണ്ട് ചവിട്ടിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് അഭിമാനം കൊണ്ട്. എന്താ സംഗതി? ദുഖൂലി ഫീ ഇബാദിക ദുഖൂലി ഫീ നിദായിക യാ ഇബാദി. എന്റെ അടിമകളെ എന്ന് നീ വിളിച്ചപ്പോ ഞാനൊരു പെട്ടുപോയില്ലേ? അത് ചില്ലറായ ബഹുമതിയാണോ? എനിക്ക് അഭിമാനം കൊണ്ട് എവിടെയാണെന്ന് പറയാൻ കഴിയുന്നില്ല. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് പ്രവാചകനായിട്ട് അയച്ചില്ലേ? നാട്ടിലൊരു കല്യാണം ഉണ്ടായാലേ, വീട്ടിൽ കല്യാണം പറഞ്ഞു. വാപ്പാന്റെ ചങ്ങായിമാരാണെങ്കിൽ വാപ്പനെ വടിയും കുത്തിപ്പിടിച്ച് പോകാൻ നോക്കും. അല്ലെങ്കിൽ മൂത്ത മകനോട് പറയും, എടാ അച്ഛൻ അവിടെ പോയിക്കാളെ, എന്നെ കൊണ്ട് അവലെ പോകാൻ. പിന്നെ അതിങ്ങനെ കുറഞ്ഞ് നമ്മളെ വീട്ടിലെ പണിക്കാരത്തിന്റെ വീട്ടിലെ കല്യാണം നോക്കും. പോലും ഒന്ന് പറഞ്ഞു എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. അപ്പൊ ചിലപ്പോൾ വീട്ടിലെ കുട്ടികളോട് പറയും, എന്നാ കുഞ്ഞാപ്പ ഇത് കൊണ്ട് കൊടുത്താളെ എന്ന് പറയും. ചിലപ്പോൾ പറയും ചോറിക്കാൻ നിൽക്കണ്ടെന്നും പറയും. എന്നും പാവങ്ങളെ വീടല്ല. അതായത് അതുപോലെ ഒന്ന് നമ്മൾ ആരുടെ അടുത്തേക്ക് ആളെ അയക്കുന്നു ആൾക്കൊരു വിലക്കെട്ടാണ്. ഇനി വേറെ ഉദാഹരണം പറഞ്ഞാൽ കലക്ടറെ കാണാനും മന്ത്രിയെ കാണാനും പ്രധാനമന്ത്രിയെ കാണാനും ഒരാളല്ല നമ്മളെ അയക്കാം. ഓരോ സ്ഥലത്തും സ്വാധീനമുള്ള വലിയ വലിയ ആളുകളെ അയക്കാം. നമ്മൾ ആരെ സമീപിക്കുന്നുവോ ആൾക്കൊരു വിലക്കെട്ടിയിട്ട് ആ ആളുടെ വിലക്കും അനുസരിച്ചുള്ള ഒരാളെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്റെ അടുത്തേക്ക് ആളെ അയക്കണമെങ്കിൽ ആരെ അയക്കണം? നിങ്ങൾ നോക്കി ആലോചിച്ചോക്കണം. നിങ്ങൾ അയച്ചപ്പോ അവന്റെ നിലവാരത്തിൽ അയച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് അവന്റെ നിലവാരത്തിലാ. മനസ്സിലായോ? തറവാടിത്തമുള്ളവർ അങ്ങനെയാണ്. അൽ അസീസ് എന്നാണ് അല്ലാഹു. അവന്റെ നിലവാരത്തിനും അന്തസ്സിനും ചേർന്ന വിധത്തിൽ ലോകം കണ്ട ഏറ്റവും മഹാനായ അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അയച്ചു. ഈ രണ്ട് സംഗതി, അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ അടിമയായി തീരുക, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു മഹാമനുഷ്യന്റെ എനിക്ക് എന്റെ അടുത്തേക്ക് വന്നിരിക്കുക. ഇത് ആലോചിക്കുമ്പോൾ ഞാൻ അഭിമാനം കൊണ്ട് എന്തോ ആയി പോവുകയാണെന്ന് പറയും. ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട് അതിനെപ്പറ്റി. അതുകൊണ്ട് അള്ളാഹുവിന് അവന്റെ അടിമകൾ വളരെ വലുതാ. യാ ഇബാദി, എന്റെ അടിമകളെ. അല്ലെങ്കിൽ അസ്റഫു, ശരിയാണ് നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നാലും എന്റെ അടിമകൾ ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും, ശിർക്കും പൊറുക്കും. ആരാ പറഞ്ഞു ശിർക്ക് പൊറുക്കൂലെന്ന്? ശിർക്ക് പൊറുക്കൂലെന്ന് പറഞ്ഞാൽ തൗബ ഇല്ലാതെ പൊറുക്കൂലെന്നാണ്. ബാക്കി പല കാര്യങ്ങളും എന്താണ്? ശിർക്കിന് തൗബ ചെയ്യുന്ന വേണം. ശിർക്കല്ലാത്ത കാര്യങ്ങൾ തൗബ ചെയ്യാതെയും ചിലപ്പോൾ അള്ളാഹു പുറത്തുനിന്ന് വരും. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം ആവശ്യം. പക്ഷെ ശിർക്കിന് തൗബ വേണം. അപ്പൊ തൗബയുണ്ടെങ്കിൽ ശിർക്കും പൊറുക്കുന്ന അള്ളാഹു. ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും ജന്ന. മഗ്ഫിറത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് ഓടി വരിക. സാരിഉ, സാബിഖു, മത്സരിച്ചു വരുവിൻ. നിരാശപ്പെടരുത്. എല്ലാം പൊറുക്കും, ഓടി വരീൻ, മത്സരിച്ചു വരീൻ എന്നൊക്കെ പറയുന്ന ഒരു അള്ളാഹു ഉണ്ടായിട്ട് പൊറുക്കേർക്കും അവിടെ പോയാലറിയാം ഇത് പറ്റൂല. അന ഇന്ദ ഹുസ്നി ലന്നി അബ്ദി ബി, ഒരു ഹദീസ്, ഖുദ്സി ഹദീസിലുള്ളതാണ്. എന്നെപ്പറ്റി ഇവൻ എന്താ വിചാരിക്കണം, അവിടെ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ എന്ന്. എല്ലാം പൊറുക്കുന്ന ഒരു അള്ളാഹിനെ പറ്റി ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിൽ അള്ളാഹുവിന് അത് അനുസരിച്ച് വിട്ടു ചെയ്തു കൊടുക്കും. ഇപ്പൊ നിങ്ങൾ നോക്കും, ഒരു പിരിവിന് പോയി. എന്റെ വീട്ടിലേക്ക് ഒരാള് പിരിവിന് പോയി, സുബ്ഹാന സാഹിബ്. അപ്പോ ഞാൻ കാലപെരുമാറ്റം കൊണ്ട് എന്റെ ആ ഓട്ടോടെ നോക്കുമ്പോൾ പുറത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർ പറയണത് ഇയാൾ കൊടുക്കും, മൂല്യരാണ്, ഇയാൾക്ക് കൊടുക്കാതിരിക്കാനും വകുപ്പുണ്ടാവും എന്ന് സംസാരിക്കണം ഞാൻ കേട്ടു. അങ്ങനെ വെല്ലടിച്ചപ്പോ തുറന്ന് വീട്ടിലിരുന്ന് പിന്നെ എന്റെ നീതി എങ്ങനെയായിരിക്കും? പിന്നെ അത് വെച്ചാൽ ഞാൻ പെരുമാറുക. അതിപ്പോ ഞാൻ കേട്ടാല് അള്ളാഹുവിന് കേൾക്കാതിരിക്കുക അറിയാതിരിക്കുക എന്ന പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മുടെ മനസ്സവനറിയും.
നമുക്ക് അപ്രതിഹതമായ ഉച്ഛൃംഖലമായ ഇൻകോറിജിബിളായ ഒപ്റ്റിമിസം സുപ്രതീക്ഷ ഉണ്ടോ അള്ളാഹിനെ പറ്റി? അതേ പ്രതീക്ഷയിൽ അള്ള പെരുമാറുക. അന എന്താ ഹുസ്നുൽ അന്നീബി, എന്നെ പറ്റി എന്താണ് വിചാരം അവിടെയാണ് ഉണ്ടാകുക. അതുകൊണ്ട് അന്തരത്തിലുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾ ഈ മീനെ വിട്ടു പോകണം, മക്ക വിട്ടു പോകണം എന്നെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈമാനാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയണ ഓരിൽ മഗ്ലൂബി അലൈഹിം എന്താ എന്താ അർത്ഥം? വഴിപഴച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞില്ലേ, അവർക്ക് ചേർന്നതാണ് നിരാശ. എന്താ തെളിവ് പറയുന്നത്? വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലല്ലാഹൂൻ. സൂറത്തുൽ ഹിജ്റിൽ ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടുക? വലല്ലാലി എന്ന് പറഞ്ഞ വഴിപഴച്ചവരെ നിരാശപ്പെടുള്ളൂ. അപ്പൊ നിരാശപ്പെടുക എന്നത് നമുക്ക് ചേർന്നല്ല, ലാലിങ്ങളായ ആൾക്കാരുള്ളതാണ്. ഇത് പറഞ്ഞ ആരാര്യങ്ങള്? ഇത് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 114 സൂറകളുള്ളതിൽ 25 സൂറകളിലെ 64 ആയത്തുകളിലായിട്ട് 69 തവണ ആ ഇബ്രാഹിം എന്നുള്ള പേരിന് വന്നിട്ടുണ്ട്. ഒയ്ത് കാല ഇബ്രാഹിം, ഒയ്ത് ബിത്തല ഇബ്രാഹിം. നിങ്ങൾ ഓർക്കുക. ഒദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നബ്ബിഹും അൻ ലൈഫി ഇബ്രാഹിം വതുല അലൈഹി നബ ഇബ്രാഹിം. ആ രീതിയിൽ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർക്കാനും ഓർമ്മിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. നബ്ബി ഇബാദി, എന്റെ അടിമകൾക്ക് നീ പറഞ്ഞു കൊടുക്കുക, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാനാകുന്നു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും അളവറ്റ ദയാപരൻ. വഅൻഅദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷയാകുന്നു ഏറ്റവും വേദനാജനകമായ ശിക്ഷ എന്നും എന്റെ അടിമകൾക്ക് നീ പറഞ്ഞു കൊടുക്കുക. എന്നിട്ടോ അത് മാത്രം പോരാ, വനബ്ബിഹും, അവർക്കൊരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. അതെന്താ? അൻ ലൈഫി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ അടുത്ത് വന്ന അതിഥികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവരൊന്ന് കാലു സലാമൻ, അവർ സലാം പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു ഇന്നാ മിൻകും വജുലൂൻ. സലാമിന് സലാം മുടക്കിയിട്ട് എനിക്ക് നിങ്ങളെ കണ്ടിട്ട് അതിഭയങ്കരമായ ബേജാറും പേടിയുമുണ്ട്. എന്തിനു വന്നാന്ന് മനസ്സിലാണില്ല. ലാ തൗജൽ, ഇബ്രാഹിമെ ബേജാറാവും പേടിക്കൊന്നും വേണ്ട. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം, നിനക്കൊരു സന്താനത്തെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാമെന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണം, അതുബശ്ശിറൂനനി അലാ മൻ മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ. അൽ കിബറു, ഞാനിപ്പോ വയസ്സനായി, അങ്ങനെ വാർദ്ധക്യം വന്ന് എന്റെ പ്രജനനശേഷി നഷ്ടപ്പെട്ട ഈ സമയത്താണോ കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞത്? അപ്പൊ മലായികത്തുകൾ പറഞ്ഞു ബശ്ശർനാക ബിൽ ഹഖ്, ഹക്ക് താല പറഞ്ഞിട്ട് ഹക്കായ ഒരു വാഗ്ദാനമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അതുകൊണ്ട് ഇബ്രാഹിമെ നിരാശപ്പെടരുതെന്ന് മലക്കൾ വന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ എടുത്തടിച്ചതുപോലെ പ്രതികരണം, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബി, ആരാണോ അള്ളാഹിന്റെ റഹ്മത്തിനെ നിരാശപ്പെടുക? എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഇല്ലല്ലാലും വഴിവഴച്ച വല്ലവരും എന്നോടത് നിങ്ങൾ പറയണത് എന്ന രീതിയിൽ നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ റഹ്മത്തിനെ കുറിച്ചും മഗ്ഫിറത്തിനെ കുറിച്ചുമുള്ള ഏത് ആയത്തിട്ട് പരിശോധിച്ചാൽ, ആ ആയത്തുകളൊക്കെ കൂട്ടി വായിച്ചാൽ നിരാശപ്പെടാനോ യാതൊരു വകുപ്പുമില്ല. ഇന്നല്ലാഹ തവ്വാബ് എന്നില്ല, തവ്വാബ് നല്ല തൗബ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ദിക്ർ ചൊല്ലുകയൊക്കെ ചെയ്യണം, പ്രത്യേകിച്ച് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ. കാരണം സൂറത്തുൽ ബഖറയിൽ ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് വളരെ നസ്സായിട്ട് ഖണ്ഡിതമായിട്ട് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം, വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത വിധം ഖുർആൻ പറഞ്ഞു നോക്കി. ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ, നിങ്ങൾ അറഫാത്തിൽ നിന്ന് പോയാൽ ഫദ്കുറുല്ലാഹ് ഇൻദൽ മസ്അലിൽ ഹറാം, മുസ്ദലിഫയിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. വദ്കുറൂഹു കമാ ഹദാക്കും, അവൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലുള്ള ദിക്ർ നിങ്ങൾ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സൂറത്തുൽ ബഖറ 198 ആയത്തിലാണ്. പിന്നെ സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ്, നിങ്ങൾ ഇഫാദത്ത് ചെയ്യണം. വസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. മൂന്നാമത് 199. മൂന്നാമത് ഫൈദാ ഖളൈതും മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാക്കും വശദ്ദ ദിക്റ, സ്വന്തം മാതാപിതാക്കളെയൊക്കെ ഓർക്കും പോലെയോ അതിനേക്കാൾ കലശലായോ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്തി, ഇനി ബാക്കിയുള്ള ഏതാനും ദിവസത്തിൽ അന്നും നിങ്ങൾ ഓർക്കണം. അപ്പോ
ഈ ഇഫാദത്തിന്റെ തവാഫ് കഴിഞ്ഞ് മിനയിൽ നിൽക്കുന്ന 3 ദിവസങ്ങളിൽ ദിക്ർ ചെല്ലണമെന്ന് 4 തവണയും അതുപോലെ ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് 1 തവണയും ഖുർആൻ പറഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? അപ്പൊ അതുകൊണ്ട് മാധ്യമം അവിടെ കിടക്കട്ടെ, പത്രം വായിക്കൽ നിൽക്കട്ടെ, ഇബാദത്തിൽ മുഴുവൻ ധാരാളമായി ഖുർആൻ ഓതുക, ദിക്റുകൾ ചെല്ലുക ഒക്കെ ചെയ്യുക. അതിൽ വീഴ്ച വരുത്തത്. ഈ കാശ് മുതലാക്കണം. ഇത്രയും പേരെ കഷ്ടപ്പെടുത്തി ഇവിടെ വന്നിട്ട് ഇനി ആയുസ് രണ്ടാമതൊരിക്കൽ മിനായിൽ വരില്ല, ഒന്നോളൊന്നില്ല. അത് ഒരു വിഷയമല്ല. അതുകൊണ്ട് പരമാവധി ഓരോ നിമിഷവും എറിയാൻ പോവുക, വരിക, ഭക്ഷണം കഴിക്കാൻ മൂത്രമൊഴിക്കാനൊക്കെ പോകാനുള്ള സംഗതി കഴിച്ച് ബാക്കിയുള്ള സമയം ഓരോ സെക്കൻഡും പരമാവധി ഉപയോഗപ്പെടുത്തണം, നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ എന്റെ പൊന്നു സഹോദരന്മാരുടെ ഹൃദയം തുറന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ നസ്ലിൽ. കാരണം ഇതിനൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദിക്റിലും ദുആയിലും നിങ്ങൾ അകപ്പെടുമ്പോൾ ദുആ വേണ്ട, ദിക്ർ ഉണ്ടായാലും മതി. എന്താ കാരണം എന്നറിയങ്ങള് ഞാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അലക ഫിയ ഹാജ, അലക ഫിയ ഹാജ, ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ, എന്നെ കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, അമ്മാ ഇലൈക ഫല, നിന്നോടെ കൊണ്ട് എനിക്കൊരാവശ്യമില്ല, ഒരു കാര്യവും ഞാൻ ചോദിക്കാനും പോകുന്നില്ല. ഇതെപ്പോഴാ സംഭവം എന്നറിയങ്ങള്? ഈ സംഭാഷണം നടന്ന എപ്പോഴാന്ന് അറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ മിഞ്ചനീക്കിൽ കെട്ടി തീയിലൊരു സമയത്ത് ഒരു തീകുണ്ടാരമുണ്ട്. ഖുർആനിൽ തന്നെ പറഞ്ഞ ജഹന്നം എന്നാണ്. അവർ മനുഷ്യനാൽ സാധ്യമായ ഒരു ജഹന്നം അന്ന് തീർത്തു ഉണ്ടാക്കി. 40 ദിവസം തീ കത്തിച്ചു. കത്താവുന്ന എല്ലാ വസ്തുക്കളും കൊണ്ടുവന്നിട്ട് കത്തിച്ചു. അവസാനം അവർക്ക് അടുക്കാൻ പറ്റാതെ, പരിസരത്തും കൂടി പറവുകൾക്ക് പറക്കാൻ പറ്റാതെ. ഇനി ഇബ്രാഹിമിനെ അതിലെങ്ങനെ കൊണ്ടുപോയി ഇടും? ആ കാലത്തുണ്ടായിരുന്ന മിഞ്ചനീക്ക് എന്ന് റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിച്ചു. അതായത് കോട്ടകൾ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ പാറക്കല്ലുകൾ എഴുതി വിടുന്ന ഒരു തരം മരംമുട്ടി കെട്ടിയുണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അതിന് വലിയ നമ്മൾ പിന്നെ വെള്ളം തേകുന്ന തേക്കുമാരിയൊക്കെയുള്ള സാധനമാണ്, വലിയ പീരങ്കി കല്ലുകൊണ്ട്. ഇങ്ങനത്തെ ഒരു മിഞ്ചനീക്കിൽ അദ്ദേഹത്തെ കെട്ടിയിട്ട് അദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഈ തീയിലേക്ക് എഴുതി വിടുക ചെയ്തത്. ചില സർക്കസ് കമ്പനിക്കാരുടെ പരസ്യത്തിൽ കാണാൻ പീരങ്കിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പോയി ഇങ്ങനെ പറക്കണം, വെടി പൊട്ടിക്കുന്നു. ഇങ്ങനെ അങ്ങനെ നരകത്തിൽ വീണ സമയത്ത് ആ ദയനീയാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം, ആ നിസ്സഹായാവസ്ഥ എന്ന് പറയും. നിസ്സഹായനല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ജിബ്രീൽ ചോദിച്ചതാണ്, അലക ഫിയ ഹാജ, ഞാൻ വല്ലതും ചെയ്യണോ? അപ്പൊ ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്ത് പറയും? എന്തതിൽ അരശി മക്കീൻ മുതായിൻ സമ്മ അമീൻ എന്ന് പറഞ്ഞ അർറൂഹുൽ അമീനായ അള്ളാഹുവിന്റെ അടുത്ത് അരശിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ബന്ധമുള്ള ജിബ്രീലെ ഒന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് ഒന്ന് കൈച്ചലാക്കി തരണേ എന്ന് പറയും നമ്മളൊക്കെ. അദ്ദേഹം പറയാം, അമ്മ ഇലേക്ക് ഫലാന്ന്, എന്നോട് അങ്ങനെ ചോദിക്കണ വിഷയമില്ല. എന്നിട്ടോ എന്റെ ബാക്കിയാ കേൾക്കേണ്ടത്. ഇൽമുഹു ബിഹാലി, അള്ളാഹ്ക്ക് ഇപ്പൊ എന്റെ അവസ്ഥ അറിയാലോ. യുഗ്നീനി അൻ സുആലിൻ, അതോട് ചോദിച്ചോളില്ല. ഞാൻ എവിടെ ഉള്ളതൊന്നും എന്തിനാ ഉള്ളതെന്ന് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരോട് ചോദിക്കുന്ന വിഷയം തന്നെയല്ലേ, ചോദിക്കേണ്ട കാര്യമില്ല, ചോദിക്കണമില്ല. മനസ്സിലാണ് എനിക്ക് പറയണത്. ഒരു കഥ പറയല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്, ഈമാനിന്റെ കട്ടിയാണ് പറയുന്നത്. തീയിലിടുമ്പോൾ പോലും കേട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കൂനിയാ നാറു, ഇബ്രാഹിം അലൈഹി സ്വലാം വേവലാതിപ്പെട്ട് കരയുകയോ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പോലും ഒരു ശുപാർശ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാതെ ആ ഖലാ ഖദറിലാണ് വിശ്വസിച്ചപ്പോ എന്ത് സംഭവിച്ചു? അള്ളാഹ് പറഞ്ഞു, കൂനിയാ നാറു ബർദം വസലാമൻ മിന ശജരിൽ അഖ്ലൈ നാറ്, പച്ച മരത്തിൽ നിന്ന് തീയുണ്ടാക്കുന്ന അള്ളാഹുവാണ്. പച്ച മരത്തിന് തീയുണ്ടാക്കുന്ന അള്ളാഹു. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അൻതും അൻസൽതും ശജറതഹാ നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്ബീൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും, പക്ഷെ കാണേണ്ട പോലെ കണ്ടിരിക്കണമെന്നാണ്. ആ അൻതും അൻസൽതും ശജറതഹാ, ആ കത്തിക്കുന്ന വിറകിന്റെ മരമുണ്ടല്ലോ, നിങ്ങളാ ഉണ്ടാക്കിയത്. അം നഹ്നുൽ മുൻശിഊൻ അല്ല, നമ്മളാ ഉണ്ടാക്കിയത്. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, അത് ഒന്നാമതായി നരകത്തെ ഓർമ്മിപ്പിക്കാനുള്ളതാണ് തീ കത്തിക്കുമ്പോൾ. രണ്ടാമതായിട്ട് മതാഅലിൽ മുഖ്ബീൻ, നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞ കത്തിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ ആ തീയ്
ആ വിറകിന് കത്തണമെന്നും കത്തണ്ടെന്നുള്ള അവസ്ഥ കൊടുക്കണ അള്ളാഹുവാണ്. ആ പറഞ്ഞു കത്തണ്ട, തണുപ്പായി മാറാൻ പറഞ്ഞു. കാര്യകാരണ ബന്ധങ്ങൾ അള്ളാഹുവിന് ബാധകമല്ല, നമുക്ക് മാത്രമാണ് ബാധകം. നമുക്കേ ബാധകമുള്ളൂ. കത്താൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഓക്സിജനും ഏറ്റവും കൂടുതൽ കത്തുന്ന ഹൈഡ്രജനും ഒക്കെ ചേരുമ്പോൾ വെള്ളമായി മാറില്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി ഒരു മരത്തിന്റെ കൊള്ളിയല്ലേ, സസ്യമല്ലേ? അത് പാമ്പാകുമ്പോ സസ്യാവസ്ഥ മാറി ജീവാവസ്ഥ വന്നില്ലേ? ഇതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. ഇതുകൊണ്ട് നമ്മുടെ ഏത് പ്രതിസന്ധി വന്നാലും സബ്ർ നഷ്ടപ്പെടാതെ, ആദർശം അടിയറവ് പറയാതെ, ഈമാനിന് കളങ്കം മുറുക്കാതെ, ശിർക്ക് ചെയ്യാതെ, ആരാടാൻ ചോദിച്ചു ഞാനാന്ന് പറഞ്ഞുകൊണ്ട് നട്ടൽ ഉയർത്തിക്കൊണ്ട് നിൽക്കാൻ പഠിക്കണം. അതാണ് ഇബ്രാഹിമിന്റെ വലിയൊരു പാഠം. എന്ത് വന്നാലും ഒരാളുടെ മുന്നിൽ തല കുനിക്കൂല, മുട്ടുമടക്കുകയില്ല, പൊട്ടിലൊടുകയില്ല, മുട്ടിലെഴുകയില്ല എന്ന് വെച്ചുകൊണ്ടുള്ള ആത്മാഭിമാനത്തോടുകൂടി നിൽക്കണം. യുഗനി അള്ളാഹ് ചോദിച്ചിട്ട് വേണ്ട. ഇതിനെക്കുറിച്ച് ഒരു തവണ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. എന്ത്? അതും ഒരു ഖുദ്സി ഹദീസിലുള്ളതാ. മൻ ശഗലഹു സനായി, ഒരാൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങിയുള്ള സംഗതികൾ അങ്ങനെ പറഞ്ഞിരുന്നു. അറഫീലും അതന്നെ പറഞ്ഞു. ഇവിടെ ഒരു സംഗതി പറയാൻ പറഞ്ഞു. സോക്കറ്റ് മാറിന്റെ കാര്യം പറയാൻ പറഞ്ഞു, കുട്ടികളെ കെട്ടിക്കാനുള്ളത് പറയാൻ പറഞ്ഞു, പല സംഗതിയും ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊക്കെയാണ് മറന്നു ഇത് ചെല്ലിന്റെ ഇടയിൽ. അങ്ങനെ മൻ ശഗലഹു സനായി അൻ സുആലി, എന്നോട് ചോദിക്കാൻ ഒരാൾ മറന്നുപോയി, അയാളെ മറ്റേ കാര്യത്തിൽ ബിസി ആയിപ്പോയി. ആയതൈതുഹു അഫ്ളല മാ ഉഅതി സായിലീൻ, ഓരോരുത്തരെ എണ്ണി പറഞ്ഞ് ചോദിച്ചല്ലോ, എന്റെ തെറ്റുകൾ പുറത്തു തരണം, അത് പുറത്തു തരണം, ഇത് പുറത്തു തരണം, കുട്ടികൾക്കൊരു പുതിയാപ്പള്ള വേണം, ഒരു പരപ്പണി ഉണ്ട് പൂർത്തിയാക്കി തരണം, ഇങ്ങനെ എന്തെല്ലാം എണ്ണി അവനവന്റെ അല്ലലും പിരിയും പറഞ്ഞോ. അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ട് ഞാൻ കൊടുക്കുന്നു. അഫ്ളല മാ ഉഅതി സായിലീൻ. ചോദിക്കലല്ല വിഷയം, നിങ്ങൾ നമ്മുടെ മനസ്ഥിതിയും ചിന്താഗതിയും ഹൃദയവുമൊക്കെ അള്ളാഹുമായി എത്ര കണ്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്നുവോ അവിടെയാണ് പ്രശ്നമുള്ളത്. അള്ളാഹുവിന്റെ ആളുകളായിട്ടും. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി എന്ന് പറയുന്നത്. അത് ഇമാമൻ ലിന്നാസ്, ജനങ്ങളുടെ നേതാവ്, ജനകീയനുമായിരുന്നു. ഹജ്ജിനെ പറ്റി എല്ലാ ആയത്തുകൾ പരിശോധിച്ചാൽ ലിന്നാസി ഫിന്നാസി മിനന്നാസി എന്നൊക്കെയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനകീയമായ ഒരു പരിപാടിയാണ് ഹജ്ജ്. ഇമാമൻ ലിന്നാസ്, ജനങ്ങളുടെ നേതാവായെന്ന് പറയും. പക്ഷെ അതേ അവസരം ഖലീലുല്ലാഹി, അള്ളാഹുവിന്റെ അടുത്ത സ്നേഹിതൻ. ആ രീതിയിൽ അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കണം. ഇതിനൊക്കെ നമ്മുടെ ഹജ്ജ് പ്രയോജനപ്പെടണമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിരാശ ഒരിക്കലും ഉണ്ടാകരുത്, ഉറച്ച വിശ്വാസത്തോടു കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിക്കട്ടെ. പിന്നെ അതുകൊണ്ട് വേറെ ഒന്ന്, നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാണ്. അറഫയിലേക്ക് പോയപ്പോൾ മീഖാത്ത് മുതൽക്ക് നമ്മൾ ചെല്ലണം എന്തിരുന്നു? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. പിന്നെ അത് കഴിഞ്ഞ് ആദ്യത്തെ ഏറ് വരെ അതന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ അല്ലാഹു അക്ബർ എന്നാണ്. അറഫയോട് കൂടി നാം അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹം അനുഭവിച്ചു കഴിഞ്ഞു, അള്ളാഹു നമ്മളെയും മനസ്സിലാക്കി കഴിഞ്ഞു. അള്ളാഹുവാണ് ഏറ്റവും വലുത്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഏറ്റു പറയലാണ്, ശരിയാണ്. അതിന്റെ പുറമെ വേറൊരു പശ്ചാത്തലം ഉണ്ടാ പറഞ്ഞു. ഞാനതാ പറയാൻ പോണത്. അതായത് ഈ അറഫയുടെ ദിവസമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിറങ്ങിയതെന്ത്? ഇന്നി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയത്. അത് വിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്തല്ല കേട്ടോ. അത് സൂറത്തുൽ ബഖറയിലെ പിന്നെ ഇലൈഹി തുർജഊൻ എന്ന് പറയുന്ന ആയത്താണ് അവസാനം ഇറങ്ങിയത്. പക്ഷെ ഇസ്ലാമിന് സമ്പൂർത്തിയെ കുറിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ്. എന്താണ് അർത്ഥം? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇക്മാലും ഇത്മാമും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. പരിഭാഷ പറയുമ്പോൾ പൂർത്തീകരിച്ചെന്ന് പറയും. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കിയിട്ട് കുടിയിരിക്കൽ നടത്തി, പക്ഷെ ചിലപ്പോൾ മാർബിൾ പോളിഷ് ചെയ്യൂല. എന്താ നിങ്ങള് ഈ കുടിയിരിക്കലിൽ വന്നു പോയ ആളുകൾ ചവിട്ടിക്കയറി വൃത്തികേടാക്കിയിട്ട് ആ ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോളിഷ് ചെയ്യുക. ഇക്മാലും ഇത്മാമും ഒന്നിച്ച് പറഞ്ഞാല് അവസാനത്തെ ആ ഫൈനൽ ടച്ച് വരെ നടത്തിയിരിക്കുന്നത് ഇന്നത്തോടുകൂടി. ഇസ്ലാമിൽ ഇനി ലോകാവസാനം നിങ്ങൾക്ക് ഒന്നിന്റെയും കമ്മി ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ സൗന്ദര്യവും ഗാംഭീര്യവും അനുഗ്രഹവും ഒക്കെ
അത് 101% ഇന്നത്തോടുകൂടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിക ശരീഅത്തിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും അവതരണ പൂർത്തീകരണമായിരുന്നു ഇന്നലെ നടന്നത്. അതിന്റെ വാർഷികമായിരുന്നു. അതുകൊണ്ട് ഖുർആൻ സൂറത്തു യൂനുസിൽ പറയാണ്, എന്ത് യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫീ സുദൂർ വഹുദൻ വറഹ്മ. നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള മൗഇദത്ത് സദുപദേശം വന്നിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ വന്നിരിക്കുന്നു, റഹ്മത്ത് വന്നിരിക്കുന്നു, ഹിദായത്ത് വന്നിരിക്കുന്നു. എന്നിട്ടോ അതുകൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു, ഖുർആൻ വന്നു കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കുകയും എന്ന്. ഇതൊരു മതപരമായ ചടങ്ങായി കൊണ്ടുനടക്കല്ല. ലോകത്ത് മറ്റാരും കിട്ടാത്തൊരു മഹാസംഗതി കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയിട്ടുള്ള ഇസ്ലാമിനോട് ലോകത്തിന് ഇല്ലാത്ത വിരോധങ്ങൾ. ഒന്നാമത്തെ വിരോധം അസൂയയും കണ്ണുകടിയാണ്. അസൂയയും കണ്ണുകടിയാണ്. അതായത് ഇസ്ലാമിന്റെ ഏകദൈവത്തെ വിശ്വാസ തൗഹീദ്, അതിനെ വെല്ലുന്ന ഒരു ആശയം ഇന്നേവരെ ഉണ്ടായിട്ട് ദൈവമില്ല എന്ന് പറയും. വേറെ വർത്താനം ഉണ്ട് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഏകദൈവത്തെ വിശ്വത്തോളം ഘനഗംഭീരമായ ഒരാശയം വേറല്ല. ബുദ്ധിമതിയായ ആളുകൾ അതിനെ തോറ്റു കഴിഞ്ഞു. രണ്ടാമത് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമ്, അതിനെ തോൽപ്പിക്കാൻ നടത്തിയ ഒരു ശ്രമവും ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. എത്രത്തോളം തമാശ ഞാൻ പറഞ്ഞുതരാം. എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് ഈജിപ്തില് ഒരു മുസാഫ് ഇറങ്ങി. സൂറത്തുൽ ഫത്തഹിന്റെ അവസാനത്തിലുള്ള മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ ഫത്തഹി തന്നെയല്ലേ അല്ലേ? അപ്പൊ മുസാഫ് അച്ചടിച്ചിറങ്ങിയപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീന ആമനു, ഒരു കുഴപ്പമില്ലല്ലോ. അള്ളാഹിന്റെ പേര് കേട്ടുമ്പോൾ സലാത്തിലുള്ളതല്ലേ. ക്രിസ്ത്യാനികളായ ആളുകളെ അടിച്ചിറക്കി. മുസ്ലിങ്ങൾ വിടുവോ? അത് പറ്റൂല. അത് ഞങ്ങൾ വേറെ ചെല്ലിക്കൊള്ളാം, ഇതിന് കൈ കടത്താൻ ഞങ്ങൾ സമ്മതിക്കും. ഇന്നേ വരെ നടന്നിയ എല്ലാ സംഗതിയും ഇസ്ലാം ലോകത്ത് വരുത്തിയ വിപ്ലവം എന്നും വരുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ നോക്കി. കോടാനുകോടി മുസ്ലിങ്ങൾ ഇല്ല, മനുഷ്യരില്ല, കള്ളുപിടിക്കാത്തവരും നുണ പറയാത്തവരും. ഇത് എന്തിന്റെ പൗറ? ഈ ഒരു ഖുർആനിന്റെ അല്ലേ? അതുകൊണ്ട് ഖുർആനിന്റെ മുന്നിൽ ലോകം മുട്ടുകുത്തിയിരിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വ്യക്തിത്വമുണ്ടല്ലോ, എന്താണത്? ലോകത്ത് നന്മയായി ഇന്നേ വരെ അറിയപ്പെട്ട മുഴുവൻ നന്മകളും, എന്റെ വാക്ക് ശ്രദ്ധിക്കണം, നന്മ നല്ലത് എന്ന് ലോകം ഇന്നേ വരെ അംഗീകരിച്ചു പോകുന്ന എല്ലാ നന്മകളും അതിന് മനുഷ്യനാൽ സാധ്യമായ അതിന്റെ പൂർണ്ണതയിൽ എപ്പോഴെങ്കിലും ഒരാളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അക്മലുൽ ഖൽഖ്, അഷ്റഫുൽ ഖൽഖ് ആയത് അങ്ങനെയാണ്. നന്മയായ മുഴുവൻ നന്മകളും മനുഷ്യനാൽ സാധ്യമായ അളവിൽ അതിന്റെ പൂർണ്ണതയിൽ ഒരുമിച്ച് കൂടിയതാണ്. അദ്ദേഹത്തെക്കുറിച്ചും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും അവസാനം എന്നല്ല നമ്മളവിടെ പറയും, വേറെന്തോ ചെയ്ത് തോൽപ്പിക്കാന്ന് പറയും. ആ കൂടുതൽ 9 പെണ്ണെട്ടി എന്നൊക്കെ പറയല്ലാതെ അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയോ ആ വ്യക്തിത്വത്തെയോ കളങ്കപ്പെടുത്താൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ തൗഹീദ്, വിശുദ്ധ ഖുർആന്, റിസാലത്ത്, അതുപോലെ പ്രവാചകൻ, ഇസ്ലാമിന്റെ ശരീഅത്ത്, ഇതിനോടൊക്കെയുള്ള അസൂയയാണ് ഇന്ന് ലോകത്ത് കാണപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊന്നും ബാക്കി വെച്ചിട്ടില്ല. അതിന്റെ ആഘോഷമാണ് ഫൽയഫ്റഹു. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഖുർആൻ ലോകം അസൂയപ്പെടുന്ന ഒരു ഖുർആനും ഹിദായത്തും ശരീഅത്തും അവതരിച്ചു കിട്ടിയതിന്റെ ഫൽയഫ്റഹു. നമ്മളാരെ സന്തോഷിക്കലുണ്ട് ഖുർആൻ കിട്ടിയതിന്റെ പേരിൽ? എല്ലാവർക്കും ഒരു വേദഗ്രന്ഥം, നമ്മളെ വേദഗ്രന്ഥം 4-ാം വേദം എന്നല്ലാതെ ഇത് എന്റെ ഗ്രന്ഥമാണ് എന്ന്, എനിക്ക് എന്റെ റബ്ബ് അയച്ചതാണെന്ന് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനാണ് കൊണ്ടുതന്നത് എന്നും ഫലിദാലിക ഫൽയഫ്റഹു ദാലിക ഖൈറും മിമ്മാ യജ്മഊൻ. അവർക്ക്, ഈ മനുഷ്യർക്ക് ഈ ദുനിയാവിൽ ശേഖരിക്കാൻ പറ്റി എന്തിനേക്കാളും ഉത്തമമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഖുർആൻ ഇറങ്ങിയതിന്റെ വാർഷികം കൂടിയാണ്. അതിന്റെ അവതരണം പൂർത്തിയായതിന്റെ അവതരണം ആരംഭിച്ചത് റമളാനിൽ. അന്നും ഒരു പെരുന്നാളുണ്ട്, ഒരു തക്ബീറുണ്ട്. ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കാൻ പറ്റിയ രീതിയിലാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നതും. റമളാനെ പറ്റിയും ഖുർആനെ പറ്റിയും പറയുമ്പോ ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് നിങ്ങൾ അല്ലാഹുവിൽ തക്ബീർ ചൊല്ലുക. ഹജ്ജിനെ പറ്റി പറയുമ്പോഴും പറയുന്നുണ്ട് ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായും അതിന്റെ അവതരണ സമാപനവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് 2 പെരുന്നാളുകൾ നിശ്ചയിക്കപ്പെട്ടത് എന്ന് വരെ വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ആ ആഘോഷത്തിന്റെ സന്തോഷത്തിന്റേതാണ് ആ മുദ്രാവാക്യം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
ഈ അക്ബർ അല്ല, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്. അല്ലാമ ഇക്ബാൽ പറഞ്ഞില്ലേ, മുജാഹിദ്ക്ക് അദാൻ മുല്ലാക്ക് അദാൻ അവർ, മുജാഹിദ്ക്ക് അദാൻ അവർ, മല്ലാക്ക് ബാങ്ക് കൊടുത്താലെന്ന് വേറെയാണ്, മുജാഹിദ് ബാങ്ക് കൊടുത്താലെന്ന് വേറെയാണെന്ന്. ഒന്ന് നലോളിയായിരിക്കും, മറ്റത് ഘോരമായ പിന്നെ വിപ്ലവത്തിന്റെ വെല്ലുവിളിയായിരിക്കും. ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ സംഗതികൾ എന്ത് ദിക്റുകളും ദുആയും വർദ്ധിപ്പിക്കുന്ന തക്ബീർ ചെല്ലുന്ന പശ്ചാത്തലം പറഞ്ഞതാണ് ഞാൻ. ദിക്ർ ഞാൻ ആദ്യം പറഞ്ഞു പോയി. ഈ തക്ബീർ ചെല്ലുന്നതിന് ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ഒരു ബന്ധമുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് ഒന്നിലേറെ ഉംറകൾ ചെയ്തവരുണ്ടാവും. ചോട്ടാ ഉംറയും ബടാ ഉംറയും നമുക്കെത്തു അല്ലേ? ഹറമിലിരുന്ന് ഖുർആൻ ഖത്തം തീർത്ത ആളുകൾ, അത് ഒന്നിലേറെ തീർത്ത ആളുകൾ എത്ര പേരുണ്ട്? കയ്യൊക്കെ ഒന്നും വേണ്ട, ആലോചിച്ചാൽ മതി. ഞാൻ എത്ര ഖത്തം തീർത്തു? ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ്, നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് സംസാരിക്കുകയും. എത്ര തവാഫ് ചെയ്തു? ഇനിയുള്ള ദിവസം എത്ര തവാഫ് ചെയ്യാൻ പറ്റുക? ധാരാളമായി തവാഫ് ചെയ്യണമെന്നാണ്, ധാരാളമായി ഖുർആൻ ഓതണമെന്നാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാം സ്ഥാനത്തെ ഉംറയേ ഉള്ളൂ. ഇതുവരെ കഴിയാത്ത ആളുകൾ ഇനിയും അത് ചെയ്യുക. ധാരാളം ഹറമിൽ ഇരുന്ന് ഖുർആൻ ഓതുക. എന്തിനേറെ നിങ്ങൾ ആ അജ്ജുകേട് വായിച്ചില്ലേ? അതിലുണ്ടല്ലോ പറഞ്ഞിട്ട് 100 റഹ്മത്ത് ഒരു ദിവസം ഇറങ്ങുന്നു. അതിൽ 20% എപ്പോഴാ ഇറങ്ങുക? വെറുതെ ഇരുന്നത്. അവിടെ വെറുതെ ഇരുന്നാല് അപ്പൊ അതുകൊണ്ട് കൂടുതൽ പിന്നെ കൂട്ടുകാരും നാട്ടുകാരും എന്തുണ്ടായാലും നിങ്ങൾ ബാക്കിയുള്ള ദിവസം പാഴാക്കരുത്. ഈ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു വിഷയം, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ ഹജ്ജിലും ഇതിൽ ഹജ്ജിനെ പറ്റി പറഞ്ഞ ഭാഗങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഒരു കാര്യം കാണാം. അതായത് ഹജ്ജും ജിഹാദും ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നു. മുഫസ്സിറുകൾ പറയാണ് ഖറന ബൈനഹുമാന്ന്. ഹജ്ജിലെ ഖിറാനില്ലേ, ഉംറയും ഇത് ഒന്നിച്ച് ചെയ്യണേ. ജിഹാദും ഹജ്ജും ഖുർആൻ ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നു. അതെന്താ അങ്ങനെ? ഹജ്ജ് എന്തിനുള്ളതാ? ഹജ്ജിനുള്ളതന്നെ. നിസ്കാരം എന്തിനുള്ള? നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞപ്പോ നിസ്കരിക്കന്നെ. നോമ്പ് നോമ്പൊൽക്കാൻ പറഞ്ഞു നോമ്പൊൽക്കന്നെ. അല്ല, ഹജ്ജ് ഇസ്ലാമിലെ ഒരു ആരാധനകളും അതായി അതിനായി ഉണ്ടായതല്ല. അതിനൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. തഖ്വ ഉണ്ടാവാൻ, ലഅല്ലക്കും തത്തഖൂന. എങ്ങനാ തഖ്വ? ഇത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. രണ്ട് കാര്യം ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ലോകത്ത് വിജയിക്കണമെങ്കിലും നാളെ പരലോകത്ത് റഹ്മത്ത് കിട്ടണമെങ്കിലും ചെയ്യേണ്ട കാര്യമാണെന്ത്? ഇത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, ഇത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഹജ്ജിനെ പറ്റി പറയുമ്പോഴല്ല ഇത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീനില്ലേ? നിങ്ങൾക്ക് തഖ്വയുണ്ടാകണം. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖികളുടെ കൂടെ. എന്തിനാ അല്ലാഹു മുത്തഖിയാണത്? അല്ലാഹു കൂടെ നിൽക്കുമ്പോഴേ വിജയിക്കുള്ളൂ. നമ്മുടെ ആയുധം മഅയ്യത്തുല്ലാ എന്ന് പറഞ്ഞൊരു ആയുധമുണ്ട്, അള്ളാഹുവിന്റെ സാമീപ്യം. എന്താണ് വിഷയം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിറാ ഗുഹയിലാണ്, സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോ അവരവിടെ വന്ന് മൂത്രമൊഴിക്കുക വരെ ചെയ്തില്ല, ഗുഹാമാളന്റെ മുന്നിൽ വന്നിട്ട്. അപ്പോ ചോദിച്ചില്ലേ, അവരെങ്ങാനും താഴേക്ക് നോക്കിയാൽ നമ്മളെ കഥ കഴിഞ്ഞല്ലോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടപ്പോ എന്താ അല്ലാഹു റസൂൽ പറഞ്ഞത്? ഇന്നമായി റബ്ബീന്ന്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന്. പടച്ചോപ്പുണ്ടെന്ന്. ഇബ്രാഹിം നബി അതെന്നാ പറഞ്ഞതേ, പടച്ചോത് കാണുന്നുണ്ട്. എന്ത്? ഞാൻ ഇപ്പൊ ഏത് നരകക്കൊണ്ടിലാണുള്ളത് ആർക്കറിയാം? അള്ളാഹ്ക്ക് അറിയാന്ന്. ഇങ്ങനെ അള്ളാഹു ഒപ്പുണ്ട് എന്ന് വിചാരം ഉണ്ടാവണമെങ്കിൽ തഖ്വ പടച്ചവനെപ്പടിയുള്ളവർക്കേ ഉണ്ടാവുള്ളൂ, അപ്പോഴേ വിജയിക്കുള്ളൂ. ഇത്തഖുല്ലാഹ മസ്തതഅതു, പരമാവധി തഖ്വ ആർജിക്കുക. മൂസാ നബി അലൈഹി സ്വലാം നമുക്ക് ഏറ്റവും വലിയ മാതൃകയുള്ള ഒരു പ്രവാചകനാണ്. ഒരു അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു മുസ്ലിം സമുദായവുമായി ഉദ്ധരിക്കാൻ വേണ്ടി വന്ന ഒരു മഹാപ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത്, ഒരു 300 ചില്ലാൻ സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം തന്നെയുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ പുറകെ പിടിക്കാൻ വേണ്ടി ഫിറഔൻ വന്നില്ലേ, പട്ടാളം. ഫലമ്മാ തറാഅൽ ജംആനി, അവർ നഗ്ന ദൃഷ്ടി കൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഫിറഔന്റെ കൂടെയുള്ള മുസ്ലിങ്ങൾ പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, നമ്മുടെ കഥ കഴിഞ്ഞ്. ചരിത്രത്തിൽ ആദ്യമായ ഒരു സ്റ്റാൻഡിംഗ് ആറി പട്ടാള ക്യാമ്പ് വെച്ച് സൈന്യത്തെ പോറ്റിയിരുന്ന ആളാണ് ഫിറഔൻ. ഇന്നാല മുദ്റകൂൻ, കല്ലാ, ഒരിക്കലുമില്ല. ഇന്ന റബ്ബി സയഹ്ദീൻ, അല്ലാഹു ഒരു വഴി കാണിച്ചു തരുന്നു. ഇന്നമായി റബ്ബി
എന്റെ കൂടെ എന്റെ അല്ലാഹ് ഉണ്ട് സയ്ഹുദ്ദീൻ, ഇതല്ലേ സയ്ഹുദ്ദീൻ, അവരൊരു വഴി കാണിച്ചു തരും. എന്നിട്ടോ അല്ലാഹ് പറഞ്ഞു ലിരിബ്യാസാക്കൽ ബഹർ, ആ വടി കൊണ്ട് ഒരു അടി കൊടുക്കും മൂസ വെള്ളത്തിൽ നിന്ന്. പംഫലക്ക, നോക്കി നിങ്ങൾക്ക് അറിയണ കഥയാണ്, കൂട്ടി വായിച്ചൊക്കെയാണ്. എന്നിട്ടോ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ നേരത്തെ ആ വടി പാമ്പട്ട വടി, മൂപ്പർക്ക് ആ വടി ഉടനെ കിട്ടിയത് ആടനെ മേക്കും ബത്തവക്കു അലിഹ വൗസുബി അല വനമി, ചാരി നിൽക്കാനും ഒട്ടകത്തിന് ഇല കൊഴിക്കാനും ഉണ്ടാക്കിയ ഒരു വടിയാം. അതാണ് പിന്നെ പാമ്പാവും ചിലപ്പോ അടിച്ചിട്ട് വെള്ളത്തെ മാറ്റി നിർത്തുന്നത്. വടിയല്ല അത്, അള്ളാഹുവിന്റെ ആജ്ഞ, കമാൻഡാണ് അതൊക്കെ. എന്നിട്ടോ അത് കഴിഞ്ഞ് മരുഭൂമി അപ്പുറം കടന്നിട്ട് വെള്ളം കിട്ടാതെ വിഷമിച്ചില്ലേ? അപ്പൊ എന്താ ചെയ്തത്? അപ്പോഴും പറഞ്ഞു അള്ളാഹു അതേ വാക്ക്, ലിരിബ്യാസാക്കൽ ഹജർ, ലിരിബ്യാസാക്ക. പക്ഷെ നേരത്തെ ബഹർ പറഞ്ഞെടുത്ത് ഇവിടെ ഹജർ എന്നാ പറഞ്ഞത്. ഈ ആ പാറക്ക് അടി കൊടുക്കുന്നു. അപ്പൊ 12 ഉറവ് കൊണ്ട് വന്നു. നോക്കി നിങ്ങൾ, ഒരേ പടി ഒരേ മൂസ, പറഞ്ഞത് ഒരേ അള്ളാഹു. നിങ്ങൾ ലിരിബ്യാസാക്കൽ ബഹർ എന്നും ലിരിബ്യാസാക്കൽ ഹജർ എന്ന് എഴുതി നിന്ന് താഴ്മേലെ എഴുതി കൂട്ടിയൊക്കെ നിങ്ങൾ ഒരക്ഷരത്തിനെ വ്യത്യാസമുള്ളൂ. എന്താണ് സംഗതി? ഇന്നമായി റബ്ബി. അപ്പൊ ആ രീതിയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ലോക മുസ്ലിങ്ങൾക്കുമൊക്കെ വിജയിക്കണമെങ്കിൽ രാജിയാവാൻ പറ്റുകയില്ല. നീക്കുപോക്കിന്റെ വിഷയമേ ഇതിലില്ല. അള്ളാഹുവിന് ഗുണം നിർത്താൻ കഴിയുമോ? ഇതാ വിഷയം. അതിന് വേണ്ട ഊർജവും ആർജവും ഈ ഹജ്ജ് മുഖേന നേടാൻ വേണ്ടി ശ്രമിക്കണം. അതൊക്കെ ഇപ്പൊ ചെറുപ്പക്കാർക്കല്ലേ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നാരും വെക്കാൻ പറ്റില്ല. ഇതിൽ ചെറുപ്പും വലുപ്പമില്ല. വയസ്സന്മാരാണ് ഇതിന് ഉദാഹരണങ്ങൾ തന്നെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വയസ്സ് എത്രയായിരുന്നു? ചെറുപ്പത്തിൽ വിപ്ലവമൊക്കെ ആരംഭിച്ച് ശരി തന്നെ. പക്ഷെ നമുക്ക് ഹജ്ജും കാര്യവും കയബൊക്കെ ഉണ്ടാക്കുമ്പോ എത്ര പ്രായം? ഇതിനാർക്കും ഒഴിവില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് സ്നേഹമുണ്ടോ? ഇതാ വിഷയം. അള്ളാഹുവിന് സ്നേഹമുണ്ടോ? മരിച്ചു പോകുമ്പോ യാ അയ്യുഹത്തുൻ നഫ്സു ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ. മരിച്ചു പോണ ആൾക്കും സന്തോഷം, പിന്നെ അള്ളാഹ്ക്കും സന്തോഷം, രണ്ടു കൂട്ടർക്കും സന്തോഷം. പക്ഷെ അത് റിള എന്ന് ഹാജറ ബീവി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയപ്പോൾ റളീതു ബില്ലാഹി, എനിക്ക് അള്ളാഹിനെ തൃപ്തിയായിരിക്കണം. റിള എന്ന് പറഞ്ഞാല് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ അർത്ഥം, തൃപ്തിയായത്. ഇത് പക്ഷെ ഖുർആനിൽ വേറെ റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് ഖുർആനിലുള്ളത് പോലെ തന്നെ യുഹിബ്ബൂനഹും യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്നുണ്ട്. അവനവരോട് മഹബത്ത് വെക്കും. എന്താ റിളയും മഹബത്തും വ്യത്യാസം? റിള എന്ന് പറഞ്ഞ അവന് സംഗതിയിൽ സംതൃപ്തി ഉണ്ടായാൽ മതി. മഹബത്ത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. മഹബത്ത് അതിനപ്പുറമുള്ളൊരു ബന്ധ, ലവ് എന്ന് പറയും, സ്നേഹം, പ്രേമെന്ന്. സത്യവിശ്വാസികളെ അള്ളാഹു മഹബത്ത് ചെയ്യുന്നു, സത്യവിശ്വാസികൾ അവനെ മഹബത്ത് ചെയ്യുന്നു. അതുകൊണ്ട് അള്ളാഹ് പറയാണ് അല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അങ്ങനെ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ മഹബത്തുള്ള ആളുകളാണെന്ന്, സ്നേഹമുള്ളവരാണെന്ന്. പിന്നെ ഖുർആൻ പറയണം അങ്ങനെയാണെങ്കിൽ എന്ത്? ഇവിടെ കൂടി എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനോട് കലശലായ സ്നേഹമുണ്ട്. അള്ളാഹുവും എന്റെ ഒരു ഭൗതിക താല്പര്യവും അള്ളാഹു എന്റെ ഭാര്യയും അള്ളാഹു എന്റെ മാതാപിതാക്കളും തമ്മിൽ ഒരു മുൻഗണനാക്രമത്തിന്റെ പ്രശ്നം വന്നാൽ എന്ത് നഷ്ടമുണ്ടായാലും ഞാൻ അള്ളാഹുവെ മാത്രമേ തെരഞ്ഞെടുക്കുകയുള്ളൂ, എനിക്ക് അവനെയാണ് കൂടുതൽ സ്നേഹം, ഭാര്യയോട് സ്നേഹമുള്ളതോടൊപ്പം തന്നെ എന്നൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറുണ്ട്. അങ്ങനെ ഒരു അവകാശവാദമുണ്ടെങ്കിൽ അള്ളാഹ് പറയാണ് കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവാചകൻ ഇത്തിബാ ചെയ്യണം. ഫത്തബിഊനി, അതിപ്പോ ഒരു പ്രയാസമാണ്. നമ്മളൊക്കെ ഇത്തിബാ ചെയ്യണില്ലേ? ഇല്ലേ? അള്ളാഹു കൊണ്ടുവന്നു ഒമാ താക്കും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ല, അതല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ ആദ്യമന്ത്യാന്തൊന്ന് പരിശോധിച്ചാല് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കുൽ, നീ പറഞ്ഞു കൊടുക്കുക, അസ്ലംതു വജ്ഹിയ ലില്ലാഹി അന വമൻ ഇത്തബഅനി. നീ പറയണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പറയണം എന്ത്? ഞാനും എന്നെ ഇത്തിബാ ചെയ്യുന്ന ആളുകളും അള്ളാഹുവിന് പൂർണ്ണമായി മുസ്ലിങ്ങളായിരിക്കുന്നു. അസ്ലംതു വജ്ഹിയ ലില്ലാഹി വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ലേ? വസമ്മാകുമുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ലേ? അസ്ലിം എന്നില്ലേ? എന്താ മുസ്ലിം ആവാന്ന് പറഞ്ഞാല് സാധാരണക്കാരായ ആളുകൾ അതിന്റെ ഭാഷാപരമായ അർത്ഥോ തഫ്സീർ ഒന്നും പരിശോധിക്കേണ്ട കാര്യമല്ല. ലളിതമായ ഒരു ഉദാഹരണം ഖുർആനിലുണ്ട്, നിങ്ങൾക്ക് അറിയും ചെയ്യും എന്താന്നുള്ളത്.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായ സന്ദർഭമില്ലേ, അള്ളാഹ് ഇടപെടാൻ നേരത്ത് ആ സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹ് പറയാണ് ഫലമ്മാ അസ്ലമാൻ, അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ. അത് മുസ്ലിം ആവുക എന്നിങ്ങനെ അർത്ഥം വേറെ പറയണ്ട. അള്ളാഹു പോലതും പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ആലോചിക്കുക പോലും ചെയ്യാതെ അത് ചെയ്യാൻ തയ്യാറാവുക. ആ മകനെ നോക്കി വാപ്പക്ക് പറഞ്ഞ മോനാണോ എന്താ പറഞ്ഞത്? ഇഫ്അൽ മാ തൂമർ, എന്താണോ പറഞ്ഞത് ചെയ്യാതെ. ഈ ഇഫ്അൽ മാ തൂമർ മലായിക്കത്തുകളെ പറ്റി പറഞ്ഞതാ. യഫ്അലൂന മാ യുമറൂൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹുവിനെ ധിക്കരിക്കുകയല്ല, എന്താണോ പറഞ്ഞത് അത് ചെയ്യുന്നതാണ്. ആ ഭാഷ കടമെടുത്ത് ഈ മകൻ പറയാണ് ഇഫ്അൽ മാ തൂമർ, എന്താണോ കൽപ്പന ചെയ്യും ബാപ്പേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ എത്തുമ്പോഴാണ് എന്ത് പറയാ, അസ്ലമാന്ന് പറയും. നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു ഇതില്ലേ, എന്ത് ദുഖുലു ഫി സിൽമി കാഫാന്ന് ഇല്ലേ, അത് കേൾക്കാത്തവരുണ്ടാവില്ല. ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കുവാന്ന് ആ ആയത്തിറങ്ങിയതിന്റെ സബബുൻ നുസൂലായിട്ട് കാരണമായിട്ട് തഫ്സീറിൽ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞുതരാം. അബ്ദുല്ലാഹ് ഇബ്നു സല്ലാം എന്ന് പറയുന്ന ഒരു ജൂതൻ, ആ പേര് പിന്നെ അബ്ദുല്ലാഹ് എന്നുള്ളതാണ് റസൂൽ ഇട്ടതാണ്, ഒരു ജൂത പണ്ഡിതൻ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ വേദഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നും മക്കയിൽ വന്ന പ്രവാചകൻ ഇദ്ദേഹം തന്നെ ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആകെ ഒരു ബാക്കി ഉണ്ടായിരുന്നത് ആ മുഖം ഒന്ന് കാണണം, ഒരു പ്രവാചകന്റെ ആണോ എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നപ്പോ ഇദ്ദേഹം കണ്ടപ്പോ ഇയാൾ പറയാണ് ഈ മുഖം ഒരു പ്രവാചകന്റേതാവാതെ നിവൃത്തിയില്ല. അങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തുൽ ചെയ്തു. അപ്പോ ജൂതമതപ്രകാരം ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നൽ ഹറാമാണ്. അപ്പൊ ഇസ്ലാമിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ ഒട്ടകമാംസം കഴിക്കാൻ അസ്കിത ബാക്കിയുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലെ ഒരു ഒന്നാന്തരം നമ്പൂരിപ്പോൾ മുസ്ലിമായാലേ അയാൾക്ക് ഈ പശുവിന്റെ ഇറച്ചി തിന്നതിനൊക്കെ ലേശം പ്രയാസം, ഇറച്ചിന്റെ തിന്നാൻ വിഷമം ഉണ്ടാവും. ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ ഇറച്ചി തിന്നൽ നിർബന്ധമല്ല കേട്ടോ. മനുഷ്യന്റെ ഇറച്ചി തിന്നാൻ പാടില്ല, മൃഗത്തിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല. പക്ഷെ ഇറച്ചി തിന്നാതിരിക്കുമ്പോഴത്തുള്ള ആ അസ്കിതന്റെ കാരണം എന്താ? പണ്ട് ഹറാമെന്ന്, ഇപ്പൊ ഹലാലല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും വൈകാരികമായ റിസർവേഷൻ, വൈകാരികമായ എന്തെങ്കിലും പഴയതിൻ്റെതായ ബാക്കിയുണ്ടെങ്കിൽ, ശിർക്കിന്റെയും ജഹാലത്തിന്റെയും ബാക്കിയുണ്ടെങ്കിൽ അതുപോലും കളഞ്ഞ് നിങ്ങൾ പൂർണ്ണമായി ഇതിൽ ലയിക്കണം. അപ്പോഴേ അസ്ലിം, അതിനാണ് മുസ്ലിം ആകുക എന്ന് പറയാം. അത് ഹജ്ജിനെ പറ്റി ഖുർആൻ പരാമർശിച്ചതിന് ശേഷം പറഞ്ഞൊരു ഭാഗം കൂടിയാണ് ആ ഭാഗം. ഉമനാസിമായി യോജിപ്പ് കൗലു ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മൂന്നാമത്തെ ആയത്തായിട്ട് ഹജ്ജിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പറഞ്ഞതാ. കഴിഞ്ഞതിനപ്പോ യാതൊരു വൈകാരികമായ ഇതുമില്ലാത്ത സംവരണവുമില്ലാത്ത രീതിയിൽ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണം. അസ്ലമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ആ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളൊക്കെ മുസ്ലിമാന്ന് വേറെ ആലോചിക്കേണ്ടതാണ്. പൂർണ്ണമായും അല്ലാഹു എന്ത് ആപത്ത് വന്നാലും നിങ്ങൾ നോക്കി, അഹ്സാബ് യുദ്ധകാലത്ത് അതിഭയങ്കരമായ പരീക്ഷണത്തിന് വിധേയമായപ്പോ അതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ ഖാലു ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു. ഇതൊക്കെ അല്ലാഹു റസൂൽ നേരത്തെ പറഞ്ഞതാണല്ലോ, ലോകം ഒന്നാകെ കൊമ്പ് കൊലുക്കി വരും എന്ന് പറഞ്ഞതല്ലേ. ഇന്നേക്കാളൊക്കെ വലിയ വലിയ ആളുകൾ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഉള്ളു. നമ്രൂദ്, ഖാറൂൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ, ഫിറഔനൊക്കെ പറഞ്ഞു. അവരെ മുന്നിൽ ചൂളിയോ? വലമ്മാ റഅൽ മുഅ്മിനൂന അഹ്സാബ ഖാലു ഹാദാ മാ വഅദന. ഇത് അല്ലാഹു റസൂലുമാ സദഖല്ലാഹു വറസൂലുഹു. അല്ലാഹു റസൂൽ നേര് പറഞ്ഞു, സംഭവം ശരിയാണല്ലോ. ഫമിൻഹും മൻ ഖലാ മിനൽ മുഅ്മിന റിജാലുൻ എന്നാണ്, ആൺകുട്ടികളെന്ന ഖുർആൻ. ഖുർആനിൽ റിജാൽ എന്ന് പറഞ്ഞാൽ എനിക്കും നിൽക്കും പറയില്ല. ചുണക്കുട്ടികൾക്കാ പറയാം. സബറിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഖുർആനിൽ റിജാൽ എന്ന് പറയാം. സൂറത്തുന്നൂറിലെ റിജാലും ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ല. അല്ലാഹു ഓർക്കുന്ന കാര്യത്തിൽ, നമസ്കരിക്കുന്ന കാര്യത്തിൽ, സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു കച്ചവടമോ കൃഷിയോ അവരെ പിന്തിരിപ്പിക്കുകയില്ല, വൈകിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ റിജാലും അങ്ങനത്തെ ആളുകളെന്നാണ്. അഹ്സാബ് യുദ്ധത്തിൽ ശത്രുക്കളെ കണ്ടപ്പോൾ പൂസാത്ത റിജാലും വമിൻഹും മൻ ഖലാ നഹബഹു, രക്തസാക്ഷികളായി പോയ ആളുകളുണ്ട്. വമിൻഹും മൻ യന്തളിർ, അടുത്ത ഉഹുദ് എവിടെ, ബദർ എവിടെ, ഖന്തഖ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. വമാ ബദ്ദലു തബ്ദീല, അവർ യാതൊരു മാറ്റവും വരുത്തിയില്ല. അമേരിക്ക പറഞ്ഞ സിലബസും മാറ്റിയില്ല. മാ ബദ്ദലു തബ്ദീല ഒമാ സാദും ഇല്ല ഈമാനബത്ത്. ഈ ഇസ്ലാം അള്ളാഹുവിന്റെ അടിയറ വർദ്ധിപ്പിക്കേണ്ടായുള്ളൂ. ഞാൻ ഇസ്ലാമിനെ ലേശം വിശദീകരിച്ചതാ. എന്താ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മടങ്ങി വരുന്നത്, അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇത്തിബാഉർ റസൂൽ വേണം. ഇത്തിബാഉർ റസൂൽ ഉണ്ടെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അസ്ലംതു വജിയ ലില്ലാഹി അന വമൻ ഇത്തബഅനി. അള്ളാഹുവിന്റെ റസൂൽ പറയണം ഞാനും. അത് കളവാൻ പറ്റുമല്ലോ.
നമ്മൾ ഇത്തിബാ റസൂലിന്റെ ആൾക്കാരാണെങ്കിൽ കളവാൻ പറ്റില്ലല്ലോ. ആ പറഞ്ഞ ചോട്ട് ഒപ്പിടാൻ കഴിയണ്ടേ? ഞാൻ എന്നെ പിൻപറ്റിയ ആളുകളും എന്ത് ചെയ്തിരിക്കുന്നു? അസ്സലാമത്ത് മുസ്ലിങ്ങളായിരിക്കുന്നു, അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു. ഇനി പിന്മാറുന്ന, നീക്കുപോക്ക് വരുത്തുന്ന, ഏറ്റപ്പറ്റ വരുത്തുന്ന, രാജിയാവുന്ന ഒന്നും പ്രശ്നമില്ല. രണ്ടാമത് ഖുർആൻ പറയാണെന്ത്? ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം. ഇസ്ലാം വിശ്വസിക്കുകയും ഇസ്ലാം ആചരിക്കുകയും ഇസ്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യുക, അതിനു വേണ്ടി ജിഹാദ് ചെയ്യുക, ആ മാർഗത്തിൽ മരിക്കേണ്ടി വന്നാൽ മരിക്കുക എന്ന എന്റെ ഈ സബീല്, ഇത് ഫീ സബീലുള്ളാഹി എന്നാണ് മറ്റു സ്ഥലത്ത് ഖുർആൻ പറയാ. അത് ഞാൻ അതിനെ ഉൾക്കൊള്ളുമ്പോൾ എന്റെ മാർഗമാണ്. ഹാദിഹി സബീൽ അദൂ ഇലല്ലാഹി, ഞാൻ അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നു, ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നാണ് അർത്ഥം. അദൂ ഇലല്ലാഹി, ദാ ഇലൽ അമീർ എന്ന സാഖഹു ഇലൈഹി എന്നാണ്, കൂട്ടിക്കൊണ്ടുവരുന്നു. അലാ ബസീറത്ത്, തെരഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി ഞാൻ ഇന്ത്യ മഹാരാജ്യത്താണ്, കേരളത്തിലാണ്, ഒരു ബഹുസ്വര സമൂഹമാണ്, ഇവിടെ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടോടുകൂടി അലാ ബസീറത്തിൽ. വമനിത്തബഅനി, ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റി വരും. എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുകൾ നിങ്ങൾ താഴെയും മേലെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കിഴിച്ച് പരിശോധിച്ചാൽ ഞാനും എന്നെ ഇത്തിബാ ചെയ്തവർ ഇന്നതാണ് ചെയ്യുക എന്ന് പ്രവാചകനോട് പറയാൻ പറഞ്ഞതായിട്ട് ഈ രണ്ട് കാര്യമുള്ളൂ. ഒന്നെന്ത്? അള്ളാഹിനെ സ്നേഹമുണ്ടോ, പ്രവാചകനെ ഇത്തിബാ ചെയ്യണം, പ്രവാചകന്റെ പുറകിൽ നിന്ന് മുസ്ലിമായി ജീവിക്കണം, ആ ഇസ്ലാമിലേക്ക് ദഅവത്തും ചെയ്യണം. ഇസ്ലാമിന്റെ ദഅവത്ത് ഫർള് ആയിനോ ഫർള് കിഫായ, ഇത് സ്നേഹത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാരല്ലേ വേറെ ആരക്കാരെ ചെയ്തോട്ടെ നോക്കാൻ പറ്റില്ല. ഇവിടെ കൂടിയ ആബാലവൃദ്ധം ജനങ്ങൾക്ക് ഇത് ബാധക. നിങ്ങൾക്ക് അള്ളാഹുവിന് സ്നേഹമുണ്ടോ, എന്നാൽ മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി ജീവിക്കുന്നതോട് കൂടി തന്നെ ഇസ്ലാമിലേക്ക് ദഅവത്തും ചെയ്യണം. ആരാ നമ്മൾ മനസ്സിലാക്കിയത്? അസ്ഹായിമാര്. അസ്ഹാബിമാര് ചോദിച്ചു, പിന്നെ നമ്മളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ ഈ ഇത്തിബാ പ്രവാചകൻ സ്ഥലത്തിന് മുന്നില് അതിന്റെ വലിയ ഇങ്ങനെ അസ്ഹാബിമാര്, താബികളെ നമ്മളിങ്ങനെ ഒരു ശൃംഖല കൂട്ടിവെക്കുന്ന ഒരു ജാഥ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു മഹാഘോഷയാത്രയോ ജാഥയോ ഒരു വിപ്ലവ പടയോ ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് പ്രവാചകന്റെ. അതിൽ ഏറ്റവും പിന്നിലുള്ള ആളുകളാണ് ഇപ്പൊ നമ്മെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ വരുംകാല സഹോദരന്മാർ. അപ്പൊ അസ്ഹാബിമാര് ചോദിച്ചു, ഞങ്ങളല്ല നിങ്ങളുടെ സഹോദരന്മാരെന്ന്, നിങ്ങൾ എന്റെ അസ്ഹാബിമാരെ കൂട്ടുകാരാണ്, ഞാൻ അഹ് എന്റെ സഹോദരന്മാരെന്ന് പറയാൻ പോകുന്ന ആളുകൾ ഈ വരുംകാലക്കാരാണെന്ന്. അപ്പൊ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, നമ്മൾ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രവാചകന്റെ പുറകിൽ അവന്റെ സഹോദരന്മാരായി നമ്മൾ എണ്ണപ്പെടണം എന്നുണ്ടെങ്കിൽ, എന്നിട്ട് ആ പ്രവാചകന്റെ ജാഥ പോയി അതേ ജാഥ എത്തിച്ചേരുന്ന ആ സ്ഥലമുണ്ടല്ലോ ഖുർആൻ, അല്ല സ്വർഗം, അവിടെ എത്തിച്ചേരണം. ആ ജാഥയിൽ ഒരു അണിയായിട്ട് എങ്കിൽ, അവസാനത്തെ ഭോഗിയായിട്ടെങ്കിലും എത്തിച്ചേരണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണം, വിട്ടുവീഴ്ചകളില്ലാതെ ഇസ്ലാമിന് ദഅവത്ത് ചെയ്യണം. മുസ്ലിമായൊക്കെ ജീവിക്കുക. ദഅവത്തിന്റെ കാര്യത്തിൽ എന്താ ഈ ദഅവത്ത്? ഈ ഹജ്ജുണ്ടായതിന് ദഅവത്തിന് വേണ്ടിയിട്ടല്ലേ? ഈ ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യുക, പ്രചരിപ്പിക്കുക, വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുക, ആ മാർഗത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇത് രണ്ടിനും കൂട്ടിക്കടിപ്പിച്ചിട്ട് ഖുർആൻ പറഞ്ഞതുള്ളൂ, ഹജ്ജും ജിഹാദും തമ്മിൽ. ഇതാന്റെ ബന്ധം. ഇബ്രാഹിം നബിയുടെ മാർഗത്തിലേക്ക് ഇബ്രാഹിം നബി ഇത് ദഅവത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ജിഹാദിന്റെ പാരമ്യമാണ് ഈ കഅബ, അതിന്റെ പ്രതീകമാണ് ഈ കഅബ. നിങ്ങൾ മറ്റുള്ള ആളുകളൊക്കെ മറ്റു മതക്കാർ തീർത്ഥാടനത്തിന് പോകുന്നത് പോലെ, വേളാങ്കണ്ണിയിലും ശിവകപ്പന്റെ കാശിയിലൊക്കെ പോകുന്നത് പോലെ ഞാൻ ആരും ചോദ്യം ചെയ്യല്ല. ഒരു തീർത്ഥാടന സ്ഥലം നമ്മൾക്ക് അവിടെ പോയി തീർത്ഥാടനം ചെയ്ത് പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു പോന്നു എന്നത് പറ്റുകയില്ല. ഇബ്രാഹിം നബിയായിട്ട് പോകാൻ കഴിയണം നമ്മൾ സാധ്യമായ അളവിൽ, ഹാജറായിട്ട് പോകാൻ കഴിയണം, ഇസ്മായിലായിട്ട് പോകാൻ കഴിയണം. അപ്പോഴേ ഹജ്ജാവുള്ളൂ. അഥവാ ഹജ്ജിനോണ്ടുണ്ടാകുന്ന ഫലം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. ഇതാ പ്രശ്നം. സൂറത്തുൽ ഹജ്ജുകൾ നോക്കി, ഹജ്ജ് എന്ന പേരിലുള്ള ഒരു സൂറത്തുൽ ഹജ്ജ്, 22ാമത്തെ സൂറ. അത് ആരംഭിക്കുന്നത് തന്നെ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിയത്തിൻ അമ്മാ അർളാത്തൊക്കെ പറഞ്ഞ് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന ഏത് ജീവിയും പെറ്റുപോകും. അത്രയും ഭയാനകമായ ഒരു ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ആ സൂറ ആരംഭിക്കുന്നത്, സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത്. ഈ ഹജ്ജ് ഒരു മഹശറയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ നേരത്തെ പറഞ്ഞ പോലെ പറയാണ്, വത്തഖുല്ലാഹ, നിങ്ങൾക്ക് പടച്ചവനെ പേടി വേണം,
വഅലമു നിങ്ങൾ മനസ്സിലാക്കണം അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ ഇതുപോലൊരു മഹ്ശറയിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുമെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നു. എന്തിനാ പെരുത്ത്? മീഖാത്ത്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത ഇന്നൽ അവ്വലീന വൽ ആഖരീന ലമജ്മൂഊന ലിമീഖാത്തി യൗമിൻ മഅലൂം. ഖിയാമെന്നാണ്ട് പേരെടുത്തിട്ടാണ് ഇഹ്റാമിന് മീഖാത്ത് വച്ചിരിക്കുന്നത്. ഇഹ്റാമും കഫൻ തുണി നമ്മുടെ ബന്ധങ്ങൾക്കറിയാം. സഅയ് സംഗതി ശരിയാ. എന്ത് സഅയും അല്ലാഹു എന്തിനാ ഒപ്പിച്ചറിങ്ങള്? ഉമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ. ആ രീതിയിൽ പരലോകവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഹജ്ജ്. അതുകൊണ്ടാണ് എന്ത് ഒരു മരണം ഈ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്തതോടുകൂടി ഒരു മരണം മരിച്ച് അറഫിന് ശേഷം ഒരു പുതിയ ആളായി ജനിക്കുന്നതാണ്, ഒരു പുതിയ ജന്മം. അതാണ് ഒരു നിഷ്കളങ്കനായ കുട്ടിയെപ്പോലെ തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീകാത്മകമായ ആഴങ്ങളും അർത്ഥങ്ങളും കൊണ്ടാ പറഞ്ഞതിനൊക്കെ. ഈ സൂറത്തുൽ ഹജ്ജിന്റെ ഈ ആമുഖം മഹ്ശറയുമായും ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ആ സൂറ അവസാനിക്കണതോ ആ സൂറ അവസാനിക്കണത് അതുകൊണ്ട് ജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറ പോലെ നിങ്ങൾ ജിഹാദ് ചെയ്യുക. ഹുവ ജിതബാക്കും മില്ലത അബീക്കും ഇബ്രാഹിം സമാക്കുമുൽ മുസ്ലിമീൻ. ഇതാണ് ഹജ്ജും ജിഹാദും നമ്മളുടെ ബന്ധവും, ഹജ്ജും ദഅവത്തും നമ്മളുടെ ബന്ധവും. അതുകൊണ്ട് ഇതിന്റെ ആളുകളായിട്ടുണ്ട് ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ ചെറിയ ചോദ്യം ചോദിക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ നബിയുല്ലാഹ് എന്ന് പറഞ്ഞാല് ഒരാൾ മുസ്ലിം ആവുമോ? മുണ്ടൂല്ലോ. മുസ്ലിം ആവുമോ? അതെന്തായി? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് തന്നെ പറയണ്ടേ? നബിയുല്ലാ എന്ന് പറഞ്ഞ് ആവൂലാന്ന് എന്തടിസ്ഥാനത്തിലാ പറഞ്ഞത്? അറിഞ്ഞു പറഞ്ഞു തന്നെയോ? ഇവിടെ ഒരാൾ പറഞ്ഞു ആവൂലാന്ന്. ഞാൻ അപ്പം ചോദിച്ചോക്കണ്ട എന്നെ കഥ അറിയണമെങ്കിൽ. ചോദിക്കണില്ല. അശ്ഹദു അന്ന മുഹമ്മദൻ നബിയുല്ലാ എന്ന് പറഞ്ഞതിന് അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കാൻ വന്ന ഒരു പ്രവാചകൻ എന്നേ അർത്ഥമുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ നബിയുമാണ്, ഖാത്തമുൽ അംബിയ ആണ്, പക്ഷെ റസൂലുമാണ്. എന്താ റസൂല്? റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ശരീഅത്തുമായി വന്ന ആള് എന്നാണ്. ഇതർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതക്രമവും നിയമവ്യവസ്ഥയും സമ്പൂർണമായ ജീവിത പദ്ധതിയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, അതിലും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ഇപ്പൊ മനസ്സിലായോ? ചില്ലറ സംഗതികളല്ല ഇതൊന്നും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ശരീഅത്ത് എന്റെ ശരീഅത്താണ് എന്നും എന്റെ ജീവിതമാർഗമാണ് എന്നും അത് ഉൾക്കൊള്ളുവാനും പ്രചരിപ്പിക്കുവാനും അത് സംസ്ഥാപിക്കുവാനും ഞാൻ ബാധ്യസ്ഥനാണ് എന്നും ഒക്കെയാണ് ഈ പറഞ്ഞത്. നിങ്ങളിപ്പോ എന്താ മനസ്സിലാക്കി? അല്ലെങ്കിൽ മറ്റു പറഞ്ഞാ പോരെന്ത്? അത് ഈ ശരീഅത്ത് കൂടി അംഗീകരിക്കണം. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്ന് അബദ്ധവശാൽ പറഞ്ഞു പോയാൽ പോലും കാഫറാവുന്നതാണ്. ഇസ്ലാമിക ശരീഅത്ത് ലോകാവസാനം വരേക്കുള്ള അള്ളാഹുവിന്റെ ശരീഅത്താണ്. ആ ശരീഅത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അത് സ്ഥാപനിച്ചെങ്കിലല്ലേ ദീൻ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇസ്ലാമിൽ ഖുർആനിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഇസ്ലാമിക സമൂഹത്തിൽ അത് ഫലിക്കുകയുള്ളൂ, അത് ഉണ്ടാക്കണ്ടേ? എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെനക്കെട്ടത്? നിങ്ങൾ നോക്കി. ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. അള്ളാഹുവിന്റെ റസൂൽ എത്ര ഹജ്ജ് ചെയ്തു? ഒരജ്ജ് അല്ലേ? ആ ഉത്തരം ശരിയാ. എന്നാ ശരിയല്ലേ? ശരിയാവണത് നമ്മളിപ്പോ ചെയ്ത ഇസ്ലാമിക അദ്ദേഹം കൊണ്ടുവന്ന ശരീഅത്തിൽ ഫർളായ ഒരു ഹജ്ജ് ഉണ്ടല്ലോ, ആ ഹജ്ജ് ഒന്ന് തന്നെ എന്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ ഇല്ലേ? ആ കാലത്തുള്ള ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് ഒരുപാട് തവണ എന്തുണ്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഒന്ന് ഞാൻ പറഞ്ഞു വരുന്നതല്ല, നുബുവത്ത് കിട്ടിയിട്ടും അന്ന് നിലവിലുള്ള രീതിയിൽ ഹജ്ജ് ചെയ്തിരുന്നു. അങ്ങനെ ആദ്യമായി ഹജ്ജിന് വന്നപ്പോ ഒരു സംഭവം പറയാണ്. അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന ഒരു സഹാബി പറഞ്ഞാണ്. അയാള് മിനായില് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കടയിൽ പോയി ചരക്ക് വാങ്ങാൻ വന്നു. അപ്പോ നോക്കുമ്പോൾ ഒരാളൊരു മറവും ഇങ്ങനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു.
എന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എന്തോന്ന് കാട്ടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്ന് അയാളെ പുറകിൽ നിന്നു. പിന്നെ വന്ന് ഒരു കുട്ടിയും വന്ന് നിന്നു. എന്നിട്ട് ഇവരെന്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ അഫീഫുൽ ഹിന്ദി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, അല്ല എന്താ കാണുന്നത്, നമ്മളിവിടുന്ന് സാധാരണ കണ്ട് പരിചയമില്ലല്ലോ. ഇവിടെ അത് എന്റെ പിന്നെ എന്താണ് എളാപ്പാന്റെ മകൻ, പിന്നെ ജ്യേഷ്ഠന്റെ മകന് മുഹമ്മദാണ്, മറ്റേത് അവന്റെ പെണ്ണുങ്ങൾ ഖദീജയാണ്, അതാ കുട്ടി അബൂ താലിബിന്റെ മകനാണ്. എന്താ അവർ നിസ്കരിക്കണം, നിസ്കരിക്കുക, ഇങ്ങനെ നിസ്കാരമുണ്ടോ? അപ്പൊ അബ്ബാസ് അബ്ദുൽ മുത്തലിബ് പറയാണ്, യസുഉമു അന്നഹു റസൂലുള്ളാഹ്, ഓൻ അല്ലാഹുവിന്റെ റസൂലാന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി, ഒരു സ്ത്രീ പുറകിലുണ്ടാകുമ്പോ ആ റൂമിൽ തന്നെ നിസ്കരിച്ചാൽ പറയും. അല്ലാഹുവിന്റെ റസൂൽ ഒരു പെണ്ണും കൂടി നിസ്കരിക്കാനുള്ള സ്ഥിതിക്ക് അവർ താമസിച്ച ആ മാളത്തിലോ മറവിലോ ചെയ്താൽ പോലും എന്തിനാ പുറത്തേക്ക് വന്നത്? പുറത്തേക്ക് വന്നുകൊണ്ട് ഒരു അഫീഫുൽ ഹിന്ദിയെങ്കിൽ ഒരു അഫീഫുൽ ഹിന്ദി കാണുകയും അന്വേഷിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ ദഅവത്ത് ഇത് മറ്റൊരുടെ മുന്നിൽ സമർപ്പിക്കുക എന്നതിന് കിട്ടിയ ഒരു സന്ദർഭവും അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ പ്രാവശ്യം ഹജ്ജിന് വരും. ഹജ്ജിൽ ഗോത്രങ്ങളിലും തമ്പുകളായ തമ്പുകളിലൊക്കെ നടന്ന് കയറി പിന്നാലെ അബൂലാബും വന്ന് പറഞ്ഞു പോയി പിരാന്തപ്പെടെ ഒന്നിനു വെച്ചിട്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജ് ദഅവത്തിന് വേണ്ടി ആദ്യാവസാനം ഉപയോഗിച്ചിരുന്നു. അങ്ങനെയല്ലേ മദീനക്കാരെ കണ്ടുമുട്ടിയതും ഹിജ്റയൊക്കെ ഉണ്ടായത്. ഒരു മദീന ഇല്ലെങ്കിൽ ഇസ്ലാം ഉണ്ടോ? ആലോചിച്ച് നോക്കിയുള്ളു. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ആരംഭിക്കുന്ന എല്ലാ ആയത്തുകളും മദീനത്തിൽ ഇറങ്ങി, മദീന സൂറകൾ ഇറങ്ങിയതാ. അങ്ങനെ റസൂലുള്ളാഹി ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നിട്ട് കഥ സാധിച്ചിട്ടില്ല. ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് കുറച്ചിങ്ങനെ സാമാന്യ കെടുത്തിട്ട് കൂടുതൽ പിന്നെ പറഞ്ഞു, അല്ല എനിക്കൊന്ന് കേൾക്കണോ, വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെന്താ? യസുഉമു അന്ന കുനൂസ കിസ്റ വ കൈസറ തുഫ്തഹു ലഹു, പേർഷ്യ ചക്രവർത്തിയുടെ റോമൻ ചക്രവർത്തിയുടെ ഖജനാവുകൾ അവന് വേണ്ടി തുറക്കപ്പെടും എന്നും പറയുന്നുണ്ട്. എപ്പോ? ഇത് എപ്പോഴാ പറയണത്? അവനവന്റെ കെട്ടി എന്നും പറഞ്ഞാൽ കേൾക്കല കെട്ടിയ പെണ്ണുങ്ങൾ ഒരു കുട്ടി മാത്രം, പിന്നിലുള്ള അബൂബക്കർ സിദ്ദീഖ് വരെ ഇല്ല. ആ നേരത്തെ പറയണത് ലോകം കീഴടക്കും, തദീനുലക്കുമുൽ അറബു വൽ അജം, ഇത് കീഴടക്കുന്നുള്ളതാണ്. പറഞ്ഞു വരുന്ന ചുരുക്കങ്ങൾ ആവേശം കൊള്ളിക്കലല്ല. ഈ ദീന് ഈ നാട്ടില് നട്ടുപിടിപ്പിച്ച് ശരിയാത്ത് പുലർത്താനുള്ള ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ നിർമ്മാണം, പ്രായോഗിക തലത്തിൽ ദീൻ പുലരുക എന്നത് ഇതിന് 1-ാം തീയതി ഉണ്ടായിരുന്നു. അത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിനും നെസ് കൊണ്ടും തെളിയിക്കാൻ കഴിയും, പ്രവാചകന്റെ പ്രവൃത്തികൾ കൊണ്ട് തെളിയിക്കാൻ കഴിയും. അത് നിശ്ചയിച്ചിട്ട് കാര്യമില്ല. ആ രീതിയിൽ ഇങ്ങ് കൊണ്ടു നടത്തണം. ഒരു കാരണവർ ചോദിച്ചല്ലോ, അല്ല മുഹമ്മദ് ഇവിടെ വന്നാ പറഞ്ഞു, എന്തേ? അല്ല എന്നെ പറ്റി വലിയ ഒച്ചിപ്പടിയും ബഹളമൊക്കെ ഉണ്ടല്ലോ ഇവിടെ, എന്താ സംഗതി ചോദിച്ചു. അപ്പൊ ഞാനും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനുൽ ലക്കുമുൽ അറബു വൽ അജം ഇതേ പറഞ്ഞോളൂ. അതിനാപ്പത്ര വലിയ ബഹളം എന്ന് ചോദിച്ചു. ഹിജറ പോകുമ്പോൾ നോക്കി, ഹിജറ പോകുമ്പോ പിടിക്കാൻ പിന്നാലെ കൂടി സുറാക്കയുടെ ഒട്ടകം പൂണ്ട കഥയൊക്കെ അറിയാലോ. കുതിരന്റെ കാലൊക്കെ മണ്ണിൽ പൂണ്ട്. സുറാക്കയോട് തിരിഞ്ഞു ചോദിക്കണത് എന്താ ചോദിച്ചത്? സുറാക്കയോട് ചോദിച്ചല്ലോ, നിനക്ക് പേർഷ്യ ചക്രവർത്തിയുടെ വള കയ്യിൽ അണിയണമെന്ന്, അത് അണിയെന്ന് പറഞ്ഞു. എന്നിട്ടോ ഉമർ കാലത്ത് ആ വള കൊണ്ടുവന്ന് അദ്ദേഹം ചോദിച്ചില്ല, ബനു മുതൽ ഗോത്രക്കാരനായ സുറാഖ് ജീവിച്ചിരിപ്പുണ്ടോ, സദസ്സിലുണ്ടെങ്കിൽ വരണമെന്ന്. വന്ന് ഉമർ ഖത്താബ് സ്വർണ്ണ അയാളെ കയ്യിൽ അണിയിച്ചില്ലേ. ഈ ഹിജ്റ പോകുമ്പോൾ നാടും പൂടും കെട്ട് ഗതിയില്ലാത്ത പോകുന്നൊരു മനുഷ്യൻ പറയണെന്ത്, പേർഷ്യ ചക്രവർത്തിയുടെ ഇത് കയ്യിൽ വരുന്നു. മനസ്സിലാണെങ്കിൽ പറയണത്. അപ്പൊ ഇതിങ്ങനെ ഈ പിന്നോക്ക സമുദായക്കാരും വിറക് പൊട്ടികളും വെള്ളം കോരികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു സമൂഹത്തിന്റെ ജീവിതധാരയിൽ മാറി നിന്ന് പുറംപോക്കിൽ കഴിയേണ്ട, പാർശ്വവൽക്കരിക്കപ്പെടേണ്ട ആളുകളല്ല നമ്മൾ, ലോകം നയിക്കേണ്ടവരാണ്. അതാണ് ഇബ്രാഹിമിനെ പറ്റി ഉമ്മത്തൽ ഇമാമ എന്ന് പറഞ്ഞത്. ഇമാം അല്ലിന്നാസ്, മാതൃക എന്ന് പറഞ്ഞു. ആ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക പറഞ്ഞ് ഖുർആൻ പറഞ്ഞു, വലക്കും ബി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾ നോക്കിയേ ഇപ്പൊ ജിഹാദിനെ പറ്റി. നിങ്ങളിപ്പോ ഞാനിപ്പോ ഇന്നലെ എന്റെ ഒരു ബന്ധു അറഫ ദിവസം ഇവിടെ ഉംറ ചെയ്ത് വന്നു പോയി. അപ്പൊ എന്താ വിവരം എന്ന് വെച്ചപ്പോ അവൻ പറയാണ്, തവാപ്പിൽ ചവിട്ടാൻ വയ്യ, ഇത്ര തണുപ്പ്. എന്തേപ്പോ? അപ്പൊ എന്താ സംഗതി അറിയാം? എനിക്ക് കാല് ചൂടാവാതിരിക്കാൻ വേണ്ടി എപ്പോഴും തണുപ്പ് നിലനിർത്തുന്ന ഒരു മാർബിളാണ് പാകിക്കുന്നത്. അപ്പൊ തണുപ്പായപ്പോ എന്തായി? ചൂടേൽക്കാതിരിക്കാൻ വേണ്ടി തണുപ്പിക്കുന്ന മാർബിള് പാതിയപ്പോ തണുപ്പ് വന്നപ്പോ എന്താ? തണുപ്പ് കൂടിയില്ലേ?
ഇല്ലേ? 974 ഹജ്ജിന് വരാൻ എനിക്കൊരവസരം ഉണ്ട്. എനിക്ക് കപ്പൽ പോകാൻ. അന്ന് ഞാൻ കണ്ടിരിക്കുന്നത് ആ മാർബിളിന്റെ അപ്പുറത്ത് ചുറ്റുഭാഗം ചരല്. അത് ചരൽ പ്രദേശമായിരുന്നു, മണ്ണായിരുന്നു അവിടൊക്കെ. ഇന്ന് നിങ്ങൾ വളരെ സുഗമമായി തവാഫ് ചെയ്യുന്ന, സഅയ് ചെയ്യുന്ന ആ മാർബിളൊക്കെ വെച്ച സ്ഥലങ്ങളില്ലേ? എന്തിനേറെപ്പോ അത് കുറച്ച് മുമ്പ് ഈ ടെന്റിലൊക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ കല്ലുണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഞാൻ കണ്ടതാണ്. വലിയ പാവം മുത്തവീഫുമാരൊരു സ്ഥലം തരും, അതിൻ്റെ ഉള്ളിൽ കല്ലും ഉണ്ടാവും, കുണ്ടും ഉണ്ടാവും, കുഴിയൊക്കെ ഉണ്ടാവും. കക്കൂസ് ഒരു കുഴി കുത്തി തരും. അങ്ങനത്തെ ഒരു ഹജ്ജുണ്ടതിന് പോട്ടെ. അപ്പോ ആ സ്ഥലത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടയിൽ കഴുത്തിൽ ഒട്ടകത്തിന്റെ കൊടൽമാല വീണത്. സുജൂദ് ചെയ്യുമ്പോൾ കഴുത്തിൽ ചവിട്ടിയത് അവിടെ കിടന്നിട്ടാണ്. അങ്ങനെ എഴുന്നേൽക്കാൻ പറ്റാതെ വന്നപ്പോ ഫാത്തിമ ബീവി എന്ന കുട്ടി മകള് വന്നിട്ട് ആ ഇളം കൈ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയത് എപ്പോഴാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഹറമിലേക്ക് ഒരു ജാഥ നടത്തി. ഒരു പ്രാവശ്യം സൈക്കിൾ പോയാഞ്ഞിട്ട് അടിയാണ് കിട്ടിയത്, ബോധം കെട്ടാണ്ട് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മാപ്പ് കൊടുത്ത ചില ആളുകളുണ്ടായിരുന്നു. അതിൽ വഹബ് ഇബ്നു ഉമൈർ എന്നുള്ള പേര് തന്നെ ശൈത്താൻ ഖുറൈശിനേനു, ഖുറൈശികൾ ചെകുത്താൻ. ബിലാലിന്റെ രോദനം എപ്പോഴും കേൾക്ക പോയി വെച്ചിങ്ങള്. സുമയ്യ ബീവിയുടെ പിന്നെ ഗുഹ്യഭാഗത്താ കുന്തം കൊണ്ട് വെച്ചത്. എന്ന അല്ലാഹുവിന്റെ റസൂല് പിന്നെ ഹജ്ജ് ചെയ്തത് ഹിജ്റ 10-ാം കൊല്ലം. എന്താ കാരണം? ഒരുപാട് പണി തീർക്കണം. അല്ലാഹു അൽയൗമ അക്മൽതു ലക്കും ആ ദിവസം വരാനുണ്ടായിരുന്നു. ഹിജ്റ 8-ാം കൊല്ലം റംസാൻ മാസം 20-നാണ് ഈ കഅബ മോചിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂല് വിഗ്രഹങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്തത്. ആ കൊല്ലം ഹജ്ജിന് വന്നില്ല. ആ കൊല്ലം മുശ്രിക്കുകളും മുസ്ലിങ്ങളും ഒന്നിച്ചാ ഹജ്ജ് ചെയ്തത് 8-ാം കൊല്ലം. 9-ാമത്തെ കൊല്ലം അബൂബക്കർ സിദ്ദീഖിനെ അയച്ചു. ഇനി മുശ്രിക്കുകൾ ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. 10-ാമത്തെ കൊല്ലം പറഞ്ഞു. അപ്പൊ ആ ഹിജ്റ 8-ാമത്തെ കൊല്ലം ഫത്ഹ് മക്ക വരെയുള്ള കാലം ചരിത്രങ്ങൾ പരിശോധിക്കും. എത്ര പേർ രക്തസാക്ഷികളായി, എത്ര പട്ടിണി കിടന്നു, എന്തെല്ലാം അവർ അനുഭവിച്ചു. ബദർ, ഉഹദ്, ഖന്തക്ക്, ഷൈബ്, അബി താലിബ് ഞങ്ങൾ മക്കത്ത് പോയി എവിടെ സ്ഥലം എന്ന്. അബി താലിബിൽ പട്ടിണി കിടന്ന് ഉപരോധം, ഇന്നത്തെ ഉപരോധം ഉണ്ടല്ലോ, ആ ഉപരോധമൊക്കെ അന്നേ ഉള്ളതാ. ഇങ്ങനെ എന്തെല്ലാം, അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ വരുന്നൊരു സംഗതിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 മക്കളെ അബൂലഹബിന്റെ 2 ആൺമക്കൾ വിവാഹം കഴിച്ചിരുന്നു. നബുവത്ത് കിട്ടിയ പാട് ഓൻ ആദ്യം ചെയ്ത പണിന്താരങ്ങള് ഈ പെൺമക്കളാണ്, മക്കളാണ് കാര്യം നിർത്താളിടാറ് പറഞ്ഞു. നിങ്ങളെ കൂടുതൽ പെങ്ങന്മാരെയും മക്കളെയും കെട്ടിച്ച ആൾക്കാരൊന്നാന്ന് ആലോചിച്ചോക്കണ നിങ്ങള്. അവനവൻ ആറ്റു നോറ്റ് കെട്ടിച്ച് വിട്ട മക്കള് അവനവന്റെ വീട്ടിലൊന്നിരുന്നാളുടെ അവസ്ഥ എന്താ ആലോചിച്ചോക്കണ. എന്തിനു വേണ്ടിയിട്ട്? എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കളും കുട്ടികളും അനുഭാവികളും അനുയായികളുമായ മുഴുവൻ ആളുകളും രക്തവും ചോരയും വിയർപ്പും ഒഴുക്കിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ സുഖമായിട്ട് അവിടെ തവാഫ് ചെയ്യണത്. ഇതും കഴിഞ്ഞ് നിങ്ങളാണ് പോവുക. എങ്ങോട്ട് പോണു നിങ്ങള്? എങ്ങോട്ട് പോണു? അവനവന്റെ നാട്, അവനാണ് നാടുണ്ട്. അങ്ങനെ ഒരു നാട് ഞാൻ മലപ്പുറത്ത് ജനിക്കണം തീരുമാനിച്ചു ഞാനാ. ഇന്നല്ലാഹു യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അല്ലാഹ് തീരുമാനിച്ചാണ് ഞാൻ അവിടെ ജനിക്കണം എന്നുള്ളത്. ഈ മനുഷ്യന്റെ ജന്മം തന്നെ യഹബു ലിമൻ ഇനാസു ലിമൻ യശാഉ ഇനാസൻ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ സമ്മാനിക്കുന്നു എന്നാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ സമ്മാനിക്കുന്നു. ഒഴിസപ്പിച്ചു ദുക്രാനും ഇനാസം. ചില ആളുകൾക്ക് അവൻ രണ്ടും കൊടുക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അവൻ കൊടുക്കൂല. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ കൂട്ടത്തില് ഇല്ലാതിരിക്കട്ടെ, സാധാരണ ഹജ്ജിന് വരുന്ന കൂട്ടത്തില് മക്കളുടെ സൗഭാഗ്യം ലഭിക്കാത്ത ആളുകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അവർ ഹജ്ജിന് ഉണ്ട്. പലപ്പോഴും അവര് ഹജ്ജിന് നിയ്യത്ത് വെക്കുന്നത് തന്നെ അറഫ് പോയി പ്രാർത്ഥിച്ചെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിഞ്ഞെങ്കിലും ഇതുള്ള നമുക്ക് അതിന്റെ വേദന അറിയില്ല. അത്തരത്തിലുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു എത്രയും വേഗത്തിൽ ഈ ഹജ്ജിന്റെ തന്നെ തൽഫലമായിട്ട് ഉത്തമമായ സന്താനങ്ങളെ സമ്മാനിക്കുമാറാവട്ടെ. അതുപോലെ ഇത് ആറ്റുനോറ്റ് അവസാനം ഒരു ഗർഭമുണ്ടായ ഒരു സുഹൃത്തിന്റെ എനിക്കറിയാം, ഭാര്യയ്ക്ക് ഗർഭമുണ്ടായി. അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് 2 കുട്ടികളാണ് ഗർഭം. ഒന്ന് ആൺകുട്ടിയാണ്, ഒന്ന് പെൺകുട്ടി. അതൊക്കെ കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ. പക്ഷേ അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ്, ബെഡ് റെസ്റ്റിലാണ് ആ സഹോദരി. എനിക്കെന്റെ മകളെന്ന് പറയാൻ പറ്റിയ രീതിയിലുള്ള ബന്ധമുള്ളൊരു സ്നേഹിതന്റെ മകളാണ്, ബെഡ് റെസ്റ്റിലാണ്. ഇവിടെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
വളരെ കാലത്തിന് ശേഷം മാറ്റി നോയിട്ടുണ്ടായ ഒരു ഗർഭം അപകടകരമായ അവസ്ഥയിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പൂ പോലെ വളരെ നിസ്സാരമായിട്ട് നിർവഹിച്ചു കൊടുക്കുമാറാവട്ടെ. രണ്ടും ഒന്നാന്തരം എണ്ണം പറഞ്ഞ് ആണും പെണ്ണും എനിക്ക് മാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അവനവന്റെ നാട് എന്നൊന്നില്ല. ഇന്ന യാ ഇബാദ് ഇന്ന അർളി വാസിയ. അപ്പൊ അതുകൊണ്ട് ഹജ്ജ് ചെയ്ത് ഇനിയിപ്പോ എന്ത് ചെയ്യാ, കുറച്ച് പ്രായം കൂടി ഒക്കെ ഉണ്ടെങ്കിൽ ഹജ്ജൊക്കെ ചെയ്തു, അത്യാവശ്യം മക്കളൊക്കെ അയച്ചു ജീവിക്കാനൊക്കെ പകണ്ട്. ഇനി പെണ്ണുങ്ങളെ തലയിൽ മടി തലയും വെച്ച് ഉള കൈകൊണ്ട് വെള്ളം വാങ്ങി കുടിച്ച് അങ്ങോട്ട് മരിച്ചാളണം. ഈ പൂജയായിട്ടൊന്നും ആരും പോണ്ട മക്കളെ. ഇനിയുള്ള കാര്യം ഇസ്ലാമിന് വേണ്ടി അവൻ നാട്ടിൽ നിങ്ങളൊക്കെ വിചാരിച്ച അവനവന്റെ മഹല്ലത്തിൽ പല സംഗതി ചെയ്യാൻ കഴിയും. കള്ളുകൂടി നമ്മുടെ നാട്ടിലില്ലേ, കല്യാണത്തിനൊക്കെ തലേ ദിവസം മക്കളെ വകവര് കള്ളുകൂടിയാ. പലിശ വാങ്ങുന്ന ആൾക്കാരില്ലേ പള്ളി കമ്മിറ്റി ചോദിച്ചവരെ മേനോൻ പലിശ അറിയും. ഞങ്ങൾ കേട്ടോ മേനോൻ പലിശ എന്താന്ന്? ആജീര് മകൻ അയക്കേണ്ട പൈസ ഇടക്ക് പലിശ കൊടുക്കും. ചോദിച്ചാൽ പറയും എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഞാൻ എൻ്റെ അയൽവക്കത്തെ മേനോൻ കുട്ടിയോട് ചോദിച്ചാട്ടെ എന്ന് പറയും. എവിടെ മേനോൻ കുട്ടി? അങ്ങനെ മേനോൻ തന്നെ അല്ല. അപ്പൊ മേനോന്റെ വാങ്ങിത്തരാന്നാണ്. ഈ രീതിയിൽ നമ്മുടെ ആളുകൾ പലിശയും ബ്ലേഡും ഒക്കെ ആയിട്ട് നടക്കുന്നു. പള്ളി കമ്മിറ്റിക്ക് കുഴപ്പമില്ല, മറ്റേ കമ്മിറ്റിക്ക് കുഴപ്പമില്ല, താടി കുഴപ്പമില്ല, അജ്ജിന് കുഴപ്പമില്ല, കാതിന് കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ അവസ്ഥ അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് അവനവനാൽ സാധിക്കുന്ന